നമസ്കാരം. വിവാദ നിയമനങ്ങളിൽപ്പെട്ട് UDFും കോൺഗ്രസിലെ പ്രമുഖ വ്യക്തികളുടെ ബന്ധുക്കളും നിയമനങ്ങളിലേക്ക് വരുന്നുവെന്ന വാർത്തകളാണ് പുറത്തേക്ക് വരുന്നത്. ഈ വിഷയം ന്യൂസ് ആൻഡ് വ്യൂസ് പരിശോധിക്കുന്നു. സർക്കാരിന്റെ കാലത്ത് മന്ത്രിമാരുടെ ബന്ധുക്കൾക്ക് യോഗ്യത നോക്കാതെ വാരിക്കോരി നിയമനങ്ങൾ. മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ അമ്മായിയുടെ മകന് കോർപ്പറേറ്റീവ് എക്സാമിനേഷൻ ചെയർമാനായി നിയമനം നൽകിയത് മുതൽ വനിതാ ലീഗ് നേതാവിന്റെ മകനെ ITH സ്കൂൾ എക്സിക്യൂട്ടീവ് ഡയറക്ടറാക്കിയതടക്കമുള്ള 100ഓളം നിയമനങ്ങളാണ് യോഗ്യത പാലിക്കാതെ നടന്നത്. സർക്കാരിന് കീഴിലെ പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ മന്ത്രിമാരുടെ ബന്ധുക്കളെ നിയമിച്ചതിനെ ചൊല്ലിയുള്ള വിവാദം കൊഴുക്കുന്നതിനിടെ സമാന സംഭവങ്ങൾ UDF ഭരണകാലത്തും നടന്നതായി ഞങ്ങളുടെ അന്വേഷണത്തിൽ ബോധ്യപ്പെട്ടു. ഉമ്മൻചാണ്ടിയുടെ അമ്മാവൻ്റെ മകളുടെ ഭർത്താവായ INTUC നേതാവ് കുഞ്ഞില്ലം പള്ളിയെ യോഗ്യതാ മാനദണ്ഡങ്ങളിൽ ഇളവ് വരുത്തിയാണ് സഹകരണ പരീക്ഷാ ബോർഡിൻ്റെ ചെയർമാനായി നിയമിച്ചത്. സഹകരണ ബാങ്കുകളിലെ ഉദ്യോഗക്കയറ്റമടക്കം നടത്തുന്നത് ഈ ബോർഡാണെന്നിരിക്കെ അടുത്ത ബന്ധുവായ കുഞ്ഞില്ലം പള്ളിയെ നിയമിച്ചത് അന്നേറെ വിവാദമായിരുന്നു. മുൻ മന്ത്രി അനൂപ് ജേക്കബിൻ്റെ സഹോദരി അമ്പിളി ജേക്കബിനെ കേരള സ്റ്റേറ്റ് IT ഇൻഫ്രാസ്ട്രക്ചറിന്റെ മാർക്കറ്റിംഗ് മാനേജരായി നിയമിച്ചത് UDF ഭരണകാലത്താണ്. 10 വർഷത്തെ മുൻപരിചയമുണ്ടെന്ന് വ്യാജരേഖ സൃഷ്ടിച്ചതിന് വിജിലൻസ് അമ്പിളിയെ പ്രതി ചേർത്തിരിക്കുകയാണ്. KM മാണിയുടെ മരുമകനായ MD ജോസഫിനെ ഷിബു ബേബി ജോണിന്റെ ഉപദേശകനാക്കി. മുൻ സ്പീക്കറായ G കാർത്തികേയന്റെ ഭാര്യ ഡോക്ടർ MD സുലേഖയെ സർവ്വവിജ്ഞാന കോശത്തിന്റെ ഡയറക്ടറായും VS ശിവകുമാറിന്റെ അനിയൻ VS ജയകുമാറിനെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ സെക്രട്ടറിയായി നിയമിക്കുന്നതും ഈ കഴിഞ്ഞ UDF ഭരണകാലത്താണ്. മുസ്ലിം ലീഗ് MLA ഉമ്മർ മാസ്റ്ററുടെ മകളുടെ ഭർത്താവ് P അബ്ദുൽ ജലീലിനെ ഓപ്പൺ സ്കൂളിന്റെ പുതിയ രൂപമായ സ്കോൾ കേരളയിൽ യോഗ്യതാ മാനദണ്ഡങ്ങളിൽ ഇളവ് വരുത്തിയാണ് നിയമിച്ചത്. കോൺഗ്രസ് നേതാവ് ഷാനിമോൾ ഉസ്മാന്റെ ഭർത്താവിനെ ദേശീയ ഗെയിംസിന്റെ സ്പെഷ്യൽ ഓഫീസറായി നിയമിച്ചു. MLA മോൻസ് ജോസഫിന്റെ അനിയൻ അഡ്വക്കേറ്റ് റജി ജോസഫിനെ ഹൈക്കോടതിയിൽ പ്ലീഡറായി നിയമിച്ചു. VS ശിവകുമാറിന്റെ അടുത്ത ബന്ധു RV രാജേഷിനെ യുവജന കമ്മീഷന്റെ ചെയർമാനാക്കി. വനിതാ ലീഗ് നേതാവിന്റെ മകൻ KP നൌഫലിനെ IT സ്കൂളിന്റെ എക്സിക്യൂട്ടീവ് ഡയറക്ടറായി നിയമിച്ചതും UDF ഭരണകാലത്താണ്. സ്വജനപക്ഷപാതം ആരോപിച്ച് മുറവിളി കൂട്ടുന്ന UDFകാരുടെ കാലത്ത് നടന്ന നിയമനങ്ങളിലും ബന്ധുസ്നേഹം നിറഞ്ഞു നിന്നിരുന്നു എന്നാണ് ഇതിൽ നിന്നും മനസ്സിലാവുന്നത്. S ജീവൻകുമാർ, തിരുവനന്തപുരം. ഈ വിഷയം ഇന്നത്തെ സാഹചര്യത്തിൽ പരിശോധിക്കേണ്ടി വരുമ്പോൾ PM മനോജ്, ദേശാഭിമാനിയുടെ റെസിഡന്റ് എഡിറ്റർ, ജ്യോതികുമാർ ചാമക്കാല KPCC സെക്രട്ടറി, മാധ്യമപ്രവർത്തകരായ ഷായൻസ്കറിയും റിജി ലൂക്കോസും തത്സമയം പങ്കുചേരും വിവിധ സ്റ്റുഡിയോകളിൽ. ശ്രീ ജ്യോതികുമാർ ചാമക്കാല, ഇന്നത്തെ ദിവസം ഈ വിഷയം നമ്മൾക്ക് ചർച്ച ചെയ്യേണ്ടി വരുന്നത് LDF മന്ത്രിസഭയിലെ പ്രമുഖനായ മന്ത്രി നടത്തിയ വിവാദ നിയമനവുമായി ബന്ധപ്പെട്ട് അതിൻ്റെ ചുവട് പിടിച്ച് ദിവസങ്ങളായി നടക്കുന്ന ചർച്ചകളുടെയൊക്കെ തന്നെ ഭാഗമായി ഇപ്പോൾ നടത്തുന്ന അന്വേഷണങ്ങളിലേക്ക് വരുമ്പോൾ EP ജയരാജൻ്റെ ഇടപെടൽ സംബന്ധിച്ച് ഗൗരവമായ കൃത്യവിലോപമാണ് അല്ലെങ്കിൽ ഗൗരവമേറിയ വിഷയമാണെന്ന് ഭരണത്തിന് നേതൃത്വം നൽകുന്ന മുഖ്യമന്ത്രി പറഞ്ഞു കഴിഞ്ഞു. അവരൊക്കെ ആ തലത്തിലുള്ള ഇടപെടലുകളുമായും ചർച്ചകളുമായും മുന്നോട്ട് പോകുന്ന സാഹചര്യം. മറുവശത്തേക്ക് വരുമ്പോൾ UDFിൻ്റെ കാലം പരിശോധിക്കപ്പെട്ടപ്പോൾ നടന്ന യാഥാർത്ഥ്യങ്ങളാണ് റിപ്പോർട്ടിലൂടെ കണ്ടത്. എങ്ങനെ ധാർമ്മികതയുടെ അടിസ്ഥാനത്തിൽ EP രാജി ആവശ്യപ്പെടുന്ന തെരുവിലേക്ക് ഇന്ന് ഇറങ്ങിയ യൂത്ത് കോൺഗ്രസ്സുകാർ ഇതൊക്കെ മനസ്സിൽ വെച്ച് എങ്ങനെ നിങ്ങൾക്ക് മുറവിളി കൂട്ടാൻ കഴിയും ധാർമ്മികമായി? ഇത് കടലും കടലാടിയും തമ്മിലുള്ള വ്യത്യാസം പോലെയാണ്. ഇവിടെ വസ്തുതകളിൽ നിന്ന് ഒളിച്ചോടാൻ വേണ്ടി ഇടതുപക്ഷം ഇത്തരത്തിലുള്ള എന്ത് ആരോപണങ്ങളുമായി മുന്നോട്ട് വന്നാലും ഇതൊന്നും വിലപ്പോകില്ല എന്ന് കേരളത്തിലെ പൊതുസമൂഹത്തിന് മനസ്സിലായി കഴിഞ്ഞു. കഴിഞ്ഞ 4 മാസത്തിലധികമായി 4 മാസമായി സംസ്ഥാനത്ത് അധികാരത്തിലിരിക്കുന്ന ഈ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം നടത്തിയിട്ടുള്ള സ്വജനപക്ഷപാതത്തെക്കുറിച്ചും തുടർന്ന് ബന്ധുക്കളെ വിവിധ പോസ്റ്റുകളിൽ MDമാരായി പോസ്റ്റ് ചെയ്തതിനെക്കുറിച്ചുമൊക്കെയുള്ള വാർത്ത പുറത്തു വരികയും അത് വലിയൊരു വിവാദമായി മാറുകയും മന്ത്രിയുടെ രാജിക്കായി പ്രതിപക്ഷം മുറവിളി കൂട്ടുമ്പോൾ കഴിഞ്ഞ 5 വർഷം മുമ്പ് നിയമാനുസൃതമായി നിയമിക്കപ്പെട്ട ചിലരുടെ പേര് പറഞ്ഞുകൊണ്ട് ഇത്തരത്തിൽ ഇതിൻ്റെ ഗൗരവം കുറച്ച് കാണാനുള്ള ശ്രമം ഒരു കാരണവശാലും നിലനിൽക്കുന്നതല്ല. പ്രധാനമായും ഈ ശ്രീ EP ജയരാജനും അല്ലെങ്കിൽ ഈ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം നടന്നിട്ടുള്ള നിയമങ്ങളെ സംബന്ധിച്ച്, ബന്ധു നിയമങ്ങളെ സംബന്ധിച്ച് മുൻ മുഖ്യമന്ത്രി ശ്രീ VS അച്യുതാനന്ദനും ശ്രീ MM ലോറൻസും ഇന്നിപ്പോൾ ശ്രീ പാലോളി മുഹമ്മദ് കുട്ടിയും ഒക്കെ പ്രസ്താവിച്ചു. അവരുടെ വിരുദ്ധ അഭിപ്രായങ്ങൾ വന്നു കഴിഞ്ഞു. മുഖ്യമന്ത്രി തന്നെ പറഞ്ഞു ഇത് ഗൗരവമുള്ളൊരു വിഷയമാണ്. അതിനുശേഷം ഇന്നലെ മനസ്സിലാക്കിയിടത്തോളം അവൈലബിൾ പൊളിറ്റ് ബ്യൂറോ കൂടി ഇവിടെ തന്നെ ഇത് പരിഹരിക്കണം. അവരുടെ വിഷയമല്ല ഞാൻ ചോദിച്ചത്, അതൊക്കെ കഴിഞ്ഞ നമ്മൾ ചർച്ച ചെയ്ത കാര്യങ്ങളാണ്. ഏത് മാധ്യമത്തിലൂടെ ഇത് യാഥാർത്ഥ്യം വരുന്നു എന്നുള്ളതല്ല, ഇതിൽ വസ്തുതയുണ്ടോ വസ്തുതയില്ലെങ്കിൽ നിങ്ങൾക്ക് ഈ മാധ്യമത്തിനെതിരെ നിങ്ങൾക്ക് സ്വാഭാവികമായും നിയമ നടപടിക്ക് പോകാം. കാരണം ആ രീതിയിലുള്ള റിപ്പോർട്ടുകളാണ് വരുന്നത്. ഈ രീതിയിൽ ഉമ്മൻചാണ്ടിയുടെ അമ്മായിയുടെ മകൻ, ചിറ്റപ്പന്റെ
അല്ലെ ചിറ്റപ്പനെ കുറിച്ചുള്ള വിവാദങ്ങളാണല്ലോ നിങ്ങൾ പറയുന്ന രീതിയിൽ. അതവിടെ നിൽക്കട്ടെ. ഞാൻ അതാണ് ആദ്യമേ സൂചിപ്പിച്ചത്, ഗൗരവമേറിയ വിഷയമാണെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു കഴിഞ്ഞു. അതിൻ്റെ നിയമനം റദ്ദ് ചെയ്യുന്ന നടപടി തുടർ നടപടികളിലേക്ക് പോവുകയും ചെയ്യുന്നു. ഇവിടെ എങ്ങനെ അമ്മായിയുടെ മകൻ കുഞ്ഞില്ലംപള്ളിക്ക് യോഗ്യനായി ഈ സ്ഥാനത്തേക്ക് വന്നു? പറഞ്ഞ ബാക്കി റിപ്പോർട്ടുകൾ, ഞാൻ ഈ ഒരു ചോദ്യം, ഈ വ്യക്തിയെക്കുറിച്ചുള്ള ചോദ്യം നമുക്ക് സ്പെസിഫൈ ചെയ്ത് പോകാം. സ്പെസിഫിക് ആയിട്ട് പോകാം. ഈ വ്യക്തിയെക്കുറിച്ച് മാത്രമല്ല, നമുക്ക് നിങ്ങൾ ഈ പറഞ്ഞ ലിസ്റ്റിൽ പെടുന്ന മുഴുവൻ ആളുകളെ കുറിച്ചും ചർച്ച ചെയ്യാം. ശിവകുമാറിൻ്റെ അനിയനെ കുറിച്ച് പറഞ്ഞു, ശിവകുമാറിൻ്റെ ബന്ധുവിനെ കുറിച്ച് പറഞ്ഞു, പിന്നെ അനൂപ് ജേക്കബിൻ്റെ ബന്ധുവിനെ കുറിച്ച് പറഞ്ഞു, മുൻ സ്പീക്കർ പിന്നെ ജി കാർത്തികേയൻ്റെ ഭാര്യയെക്കുറിച്ച് പറഞ്ഞു. ഇവിടെ ഏതെടുത്താലും ഏത് വിഷയം എടുത്ത് ചർച്ച ചെയ്താലും ഉദാഹരണമായി ശ്രീ ജി കാർത്തികേയൻ്റെ ഭാര്യ ഡോക്ടർ MT സുലേഖ, അവർ ഏതൊക്കെ പദവികളിൽ ഇരുന്നയാളാണ്. അവരൊരു കോളേജിൻ്റെ പ്രിൻസിപ്പളായിട്ടിരുന്നയാളാണ്. അവർ കേരള യൂണിവേഴ്സിറ്റിയുടെ കൺട്രോൾ ഓഫ് എക്സാമിനേഷൻ ആയിരുന്നു. അവർ പല പോസ്റ്റുകൾ സിൻഡിക്കേറ്റ് മെമ്പറായിട്ടിരുന്നിട്ടുണ്ട്. അവർ പിന്നെ അതിനുശേഷമാണ് അവർ ഈ പദവിയിലേക്ക് യോഗ്യത ചൂണ്ടിക്കാട്ടാൻ കഴിയുന്ന ഒരു വ്യക്തിയുടെയാണ് താങ്കൾ. അത് മാത്രമല്ല, ഓരോന്നും പറയാം. നിങ്ങൾ ശിവകുമാറിൻ്റെ അനുജനെ കുറിച്ച് പറഞ്ഞു. ശിവകുമാറിൻ്റെ അനുജൻ ശിവകുമാറിൻ്റെ വീട്ടിൽ ഡൈയിങ് ഹാർനസിൽ പിന്നെ ദേവസ്വം ബോർഡിൽ ജോലി കിട്ടിയ ആളാണ്. അദ്ദേഹത്തിൻ്റെ പ്രൊമോഷൻ കിട്ടിയതിൻ്റെ ബേസിലാണ് അദ്ദേഹം ഈ പദവിയിലേക്ക് എത്തിയത്. അവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ അദ്ദേഹം ദേവസ്വം ബോർഡ് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറാണെന്ന് പറഞ്ഞ ആളെ തെറ്റിദ്ധരിപ്പിക്കരുത്. ഒരു ദിവസം രാവിലെ പിടിച്ചുകൊണ്ട് വെച്ചതല്ല. അദ്ദേഹം ദേവസ്വം ബോർഡിലെ ജീവനക്കാരനാണ്. അദ്ദേഹം പടിപടിയായി പ്രൊമോഷൻ കിട്ടി വന്നയാളാണ്. ശ്രീ RV രാജേഷിനെ യൂത്ത് കമ്മീഷൻ ചെയർമാനെ നിയമിച്ചതിനെ കുറിച്ച് പറയുന്നു. ഓരോന്നിലേക്കും വരാം. ശ്രീ RV രാജേഷിനെ കുറിച്ച് പറയുന്നു. എന്താ അടിസ്ഥാനം? അദ്ദേഹം യൂത്ത് കോൺഗ്രസിൻ്റെ മണ്ഡലം പ്രസിഡന്റായി തുടങ്ങിയതാണ്. അദ്ദേഹം യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ആയിരുന്ന ആളാണ്. പൊളിറ്റിക്കൽ അപ്പോയിൻമെൻ്റാണ്. നിങ്ങളിപ്പോൾ ആരെ നിയമിച്ചിരിക്കുന്ന ആ പോസ്റ്റിലേക്ക്? ചിന്താ ജെറോമിൻ്റെ പോസ്റ്റ് പിന്നെ പദവി എന്തായിരുന്നു? DYFയുടെ സംസ്ഥാന എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം. അപ്പോൾ അത് പൊളിറ്റിക്കൽ പോസ്റ്റാണ്. അവിടെ യൂത്ത് കോൺഗ്രസിൻ്റെ മണ്ഡലം പ്രസിഡന്റ് ലെവലിൽ നിന്ന് തുടങ്ങി സംസ്ഥാന വൈസ് പ്രസിഡന്റ് വരെ എത്തിയ ശ്രീ RV രാജേഷിനെ പൊളിറ്റിക്കൽ അപ്പോയിൻമെൻറ്റായി നിയമിച്ചതിനെ നിങ്ങൾ VS ശിവകുമാറിൻ്റെ ബന്ധു എന്ന് പറയുന്നതിന് എന്താർത്ഥം? പിന്നെ അനൂപ് ജേക്കബിൻ്റെ ഭാര്യയെക്കുറിച്ച് അനൂപ് ജേക്കബ് തന്നെ പറഞ്ഞിട്ടുണ്ട്, UGC സ്കെയിലിൽ ശമ്പളം മേടിക്കുന്ന ഒരു എയ്ഡഡ് സ്കൂൾ അധ്യാപിക ഡെപ്യൂട്ടേഷനിൽ വന്നു. ഡെപ്യൂട്ടേഷനിൽ വന്നതിനെക്കുറിച്ചാണെങ്കിൽ ഞാനൊന്ന് ചോദിക്കട്ടെ, ഇപ്പോഴത്തെ മുഖ്യമന്ത്രിയുടെ ഭാര്യ സാക്ഷരതാ മിഷനിൽ ഡെപ്യൂട്ടേഷനിൽ വർക്ക് ചെയ്തിട്ടില്ലേ? ഡെപ്യൂട്ടേഷനിൽ വർക്ക് ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ അസിസ്റ്റന്റ് ഡയറക്ടറാനുള്ള യോഗ്യത അനൂപ് ജേക്കബിന്റെ ഭാര്യ അനില മേരി ഗീവർഗീസിന് ഉണ്ടോ? അതാണ് അത് ചോദിക്കുന്നത്. നിങ്ങളുടെ റിപ്പോർട്ടിൽ പറഞ്ഞത് അതിപ്പോൾ അതിനെ സംബന്ധിച്ചൊരു കേസ് നിലനിൽക്കുന്നില്ലേ? സബ്ജുഡീസ് ആവട്ടെ, ചർച്ച നടക്കട്ടെ, ആ കേസിൻ്റെ വിധി വരട്ടെ. പക്ഷേ ഇത്തരം ഒന്നോ രണ്ടോ കാര്യങ്ങൾ കാണിച്ചുകൊണ്ട് ഇതെല്ലാം നിയമാനുസൃതമായിട്ടുണ്ടായ പ്രൊമോഷനും അപ്പോയിൻമെൻറ്റ്സുമാണ്, നിയമനങ്ങളുമാണ്. ഇവിടെ ചർച്ച ചെയ്യപ്പെടുന്ന വിഷയങ്ങൾ ഇതല്ലല്ലോ. ഇവിടെ ചർച്ച ചെയ്യപ്പെടുന്ന വിഷയങ്ങൾ ഈ സമൂഹത്തിൽ ആർക്കും ദഹിക്കാൻ എന്തുകൊണ്ടാണ് കഴിഞ്ഞ 10 ദിവസമായി 7 ദിവസമായി ഇവിടെ ചർച്ച നടക്കുന്നു. ഈ ചർച്ചയിലൊന്നും DYFയുടെയോ SFIയുടെയോ സംസ്ഥാന നേതാക്കൾ ആരും പങ്കെടുക്കാത്തത് ഏതെങ്കിലും ചാനൽ ചർച്ചയിൽ കാണുന്നുണ്ടോ? അവർക്കെങ്ങനെയാണ് അവരുടെ അണികളോട് പറയാൻ കഴിയുക? തൊഴിൽരഹിതരായ DYFI SFI പ്രവർത്തകർക്ക് അവരുടെ മുന്നിൽ പോയി എങ്ങനെയാണ് ഈ പാർട്ടിക്ക് ഇത് വിശദീകരിക്കാൻ കഴിയുക? എല്ലാ ബന്ധുക്കൾക്കും കൊടുത്തിരിക്കുകയാണ്. അത് ഹൈക്കോടതിയിലെ അഡ്വക്കേറ്റ് നിയമനമായാലും അതുപോലെ പിന്നെ ഏത് MD പോസ്റ്റ് ആയാലും എല്ലാം ബന്ധുക്കൾക്ക് മാത്രമായി പിന്നെ തീരെഴുതി കൊടുത്തിട്ട് അവരുടെ അണികളെ പോലും ഫേസ് ചെയ്യാൻ കഴിയാതെ SFIയുടെയും DYFയുടെയും നേതാക്കന്മാർ പോലും മാളത്തിൽ ഒളിച്ചിരിക്കുന്ന സാഹചര്യത്തിലൂടെയല്ലേ ഇവിടെ കടന്നു പോകുന്നത്. അപ്പോൾ അതിനെക്കുറിച്ചാണ് അവിടെ ചർച്ച ചെയ്യേണ്ടത്. ശ്രീ PM മനോജ്, ഇന്ന് വന്ന ഞാൻ ചർച്ചയിൽ തുടക്കത്തിൽ പറഞ്ഞു തന്നെ ഈ വിഷയം എന്തുകൊണ്ട് നമുക്ക് ചർച്ചയ്ക്ക് വിധേയമാക്കേണ്ടി വരുന്നു? വിവാദമായ നിയമനവുമായി ബന്ധപ്പെട്ടുണ്ടായ തുടർചലനങ്ങൾ, അതിൻ്റെ ഭാഗമായി അത് നിങ്ങൾ അംഗീകരിച്ചുകൊണ്ട് തന്നെ മറുവശത്ത് ഈ ധാർമ്മികത നൈതികത ഈ രണ്ട് ധ്രുവങ്ങളിൽ നിന്നുള്ള തുലനം ചെയ്യൽ അത് വരുമ്പോഴാണ് കഴിഞ്ഞ 5 വർഷക്കാലത്തെ നിങ്ങളുടെ തെറ്റിനെ മറയ്ക്കുകയല്ല, അത് ഉൾക്കൊണ്ടുകൊണ്ടുള്ള മറുപടി വേണം. ഇന്നത്തെ റിപ്പോർട്ടുകൾ കൂടി ചേർത്ത് ആമുഖമായി പറയട്ടെ, ഈ UDF കാലത്ത് എന്തെങ്കിലും തെറ്റ് ചെയ്തു എന്നതുകൊണ്ട് അത് LDFന് തെറ്റ് ചെയ്യാനുള്ള ന്യായീകരണമായി ഒരിക്കലും ചൂണ്ടിക്കാണിക്കാൻ ആഗ്രഹിക്കാത്ത ഒരാളാണ് ഞാൻ. പക്ഷേ ഇവിടെ ഇന്നിപ്പോൾ ശ്രീ ജ്യോതികുമാർ ചാമക്കാല വളരെ വിശദമായി UDFൻ്റെ കാലത്തെ നിയമനങ്ങൾ ശരിയാണ് എന്ന് പറഞ്ഞു. നമ്മൾ ആ കഴിഞ്ഞ 5 വർഷക്കാലം ഒരുപാട് വിവാദങ്ങൾ കേട്ടിട്ടുണ്ട്. ഒരുപാട് വിവാദങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരു കൊലക്കേസിലെ പ്രതിയെ മുഖ്യമന്ത്രി സർക്കാർ ഗസ്റ്റ് ഹൗസിൽ കൊണ്ടുപോയി രഹസ്യ ചർച്ച നടത്തിയതുൾപ്പെടെയുള്ള ഒരു പ്രമുഖമായ തട്ടിപ്പ് കേസിലെ പ്രതിയായ വനിതയുമായി മുഖ്യമന്ത്രി ഉരുചുറ്റിയതടക്കമുള്ള നിരവധി വാർത്തകൾ നമ്മൾ കേട്ടിട്ടുണ്ട്, വിവാദങ്ങളുണ്ടായിട്ടുണ്ട്. പക്ഷേ അന്നൊന്നും ഇത് തെറ്റായിപ്പോയി, ഇത് പരിശോധിക്കും എന്ന് പറയാനുള്ള ആർജവം കോൺഗ്രസ് പാർട്ടിക്ക് ഉണ്ടായിട്ടില്ല. അതാണ് വ്യത്യാസം. ഇപ്പോൾ ഇവിടെ CPIMുമായി ബന്ധപ്പെട്ട് തെറ്റ് പറ്റാത്തവരില്ല, തെറ്റാണോ പറ്റിയത് ശരിയാണോ പറ്റിയത് എന്നൊക്കെ ചർച്ച ചെയ്യാനിരിക്കുന്നതേ ഉള്ളൂ. പക്ഷേ അങ്ങനെ ഒരു ചെറിയൊരു വിവാദം വന്നപ്പോൾ വിവാദം ഉയരുമ്പോൾ തന്നെ ആ നിയമനം റദ്ദാക്കുകയാണ്, ഇല്ലാതാവുകയാണ്. ഇപ്പോൾ അങ്ങനെ അത്തരമൊരു നിയമനത്തിൻ്റെ പ്രശ്നമേ ഉദിക്കുന്നില്ല. എന്നിട്ട് പോലും അതിൻ്റെ നൈതികത, അതിൻ്റെ മര്യാദ, അതിൻ്റെ ധാർമ്മികത ഇതൊക്കെ ഉയർത്തിപ്പിടിക്കാനും CPIMനെ ചോദ്യം ചെയ്യാനും എല്ലാവർക്കും കഴിയുന്നു. അതാണ് വ്യത്യാസം. ആ വ്യത്യാസം കാണാതെ കോൺഗ്രസ് ഇതൊക്കെ ചെയ്തിട്ടുണ്ടെന്ന് കോൺഗ്രസ് ഇത് ചെയ്യാൻ വിധിക്കപ്പെട്ടവരാണ്.
കോൺഗ്രസിനെ കുറിച്ച് നമ്മൾ ഏതെങ്കിലും നല്ല കാര്യം ചർച്ച ചെയ്യാനാണെന്ന് നമുക്ക് പ്രയാസം ഉണ്ടാവും. നമ്മൾ മനുഷ്യനെ കടിക്കുന്നതും മനുഷ്യൻ പട്ടിയെ കടിക്കുന്നതും പറയാറുണ്ടല്ലോ. ഈ കോൺഗ്രസ് നല്ലത് ചെയ്തു എന്ന് പറഞ്ഞാൽ അതാണ് വാർത്ത. കോൺഗ്രസ് ചെയ്യുന്നതെല്ലാം കുഴപ്പമാണ്. ആ കുഴപ്പത്തിൻ്റെ ഒടുവിലാണ് അവർ ഇത്രയും നാണം കെട്ട് ഇറങ്ങിപ്പോകേണ്ടി വന്നത്. നമ്മൾ അതാണ് കാണേണ്ടത്. അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ കാര്യങ്ങൾ CPIM LDF ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഒരു വിഷയം ഉണ്ടെങ്കിൽ അത് പരിശോധിക്കും. യോഗ്യതയുള്ളവരാണ് സാധാരണ ഇത്തരം പദവികൾ നിയമിക്കപ്പെടാറുള്ളത് എന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. വളരെ ശക്തമായ വാക്കുകളാണ്. അതുപോലെ തന്നെ ഈ പറഞ്ഞ വിവാദമുയർന്ന നിയമനം ഇപ്പോൾ നിലവിലില്ല. ഇങ്ങനെ ധാർമ്മികമായി ഈ കാര്യങ്ങൾ CPIM ഇടപെടാൻ കഴിയുന്നു, LDF ഇടപെടാൻ കഴിയുന്നു. ഇവർക്കത് ഒരിക്കലും കഴിഞ്ഞിട്ട് അതുകൊണ്ടാണ് 13,000 നിയമനം എന്നാ പറഞ്ഞത്. 13,000 ശ്രീ ജ്യോതികുമാർ, അതാണ് ഒരു വശം ഉൾക്കൊള്ളേണ്ടത്. അന്ന് ഈ കുഞ്ഞില്ലംപള്ളിയെ കുറിച്ചായാലും നടന്ന നിയമനങ്ങളെക്കുറിച്ചൊക്കെ ഉന്നയിക്കപ്പെട്ടിരുന്നു. പലരും ഉന്നയിച്ച വിഷയമാണ്. അന്നൊക്കെ എടുത്ത നിലപാടുകൾ, അന്നത്തെ എടുത്ത നിലപാടുകളും ഇന്നിപ്പോൾ ഈ വിഷയം ഗൗരവമായി ചർച്ച ചെയ്യുമ്പോൾ നടത്തിയിട്ടുള്ള ഈ സർക്കാർ നടത്തിയിട്ടുള്ള ചലനങ്ങളും ഇതിനെ രണ്ടിനെയും തുലനം ചെയ്താൽ ആത്മാർത്ഥമായി താങ്കൾക്ക് പറയാൻ കഴിയുമോ? അല്ല, ഞാൻ ചോദിക്കട്ടെ, ശിവകുമാറിൻ്റെ സഹോദരൻ്റെ അപ്പോയിൻമെൻറ്റിനെ സംബന്ധിച്ച് അല്ലെ അനൂപ് ജേക്കബിൻ്റെ ഭാര്യയുടെ അപ്പോയിൻമെൻറ്റിനെ സംബന്ധിച്ചൊക്കെ തർക്കമുണ്ടായിരുന്നെങ്കിൽ അന്ന് ഏതെങ്കിലും ഒരു പരാതി വരാമെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഒന്ന്. രണ്ട്, ഇദ്ദേഹം ഇങ്ങനെയൊക്കെ പറഞ്ഞു പോയല്ലോ വളരെ വാദഗതിക്ക്. ദീപ്തി ക്ലേസിൻ്റെ MD ആയി നിയമിച്ച ദീപ്തി ഇന്ന് രാജിവെച്ചിട്ടുണ്ടോ? അവരുടെ കുടുംബം ഇന്നിപ്പോൾ TV യിലൂടെ ഞാൻ കണ്ടതാണ്. അവരുടെ കുടുംബക്കാർ പറയുന്നത് ഞങ്ങൾ എന്നും ജോലിക്ക് പോകും, എന്ന് പിരിച്ചുവിടുന്നോ അന്ന് വരെ ഞങ്ങൾ ജോലിക്ക് പോകും. എന്താ ബന്ധുക്കളല്ലേ അത്? ഒരു പിന്നെ സുധീറിനെ മാത്രം പിരിച്ചുവിട്ടാൽ ബാക്കി അനധികൃത നിയമങ്ങളെല്ലാം സാധൂകരിക്കാൻ പറ്റുമോ? മറ്റൊന്ന്, ഇവിടെ റിയാബിനെ ഏൽപ്പിച്ചിരുന്നല്ലോ ഈ സർക്കാർ അധികാരത്തിൽ വന്ന ഉടനെ അവരെന്താ പറഞ്ഞത്? ഞങ്ങൾ പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ MDമാരായി നിയമിക്കുന്നതിന് സുതാര്യത ഉണ്ടാവണം. കഴിഞ്ഞ കാലത്ത് അങ്ങനെയല്ലായിരുന്നു. ഞങ്ങൾ സുതാര്യത ഉണ്ടാക്കാൻ പോകുന്നു. ഞങ്ങൾ നേരിട്ട് ആപ്ലിക്കേഷൻ വിളിച്ച് ഓൺലൈനായിട്ട് ആപ്ലിക്കേഷൻ വിളിച്ചുകൊണ്ട് പുതിയ ആളുകളെ തിരഞ്ഞെടുക്കാൻ പോകുന്നു. അവർ ആപ്ലിക്കേഷൻ വിളിച്ച് ഓൺലൈനിൽ, ശരിയാണ്, റിയാബിനെയാണ് ചുമതലപ്പെടുത്തിയത്. 2000-ത്തിലധികം ആപ്ലിക്കേഷൻ ലഭിച്ചു. 40ഓളം പേരുടെ ലിസ്റ്റ് തയ്യാറാക്കി. ആ ലിസ്റ്റ് എവിടെ? ആ ലിസ്റ്റിലുള്ളവരാണോ ഇതൊക്കെ? ഇപ്പോൾ നിയമിക്കപ്പെട്ടവരെല്ലാം ഒരു സുധീറിനെ മാത്രം കാണിച്ചുകൊണ്ട്, സുധീറിനെ മാത്രം പിൻവലിച്ചുകൊണ്ട് ഈ വിഷയം അവസാനിക്കുന്നില്ല. ഇതിൻ്റെ പിന്നിലുള്ള ശക്തികൾ മുഴുവൻ പുറത്തു വരണം. എങ്ങനെയാണ് ഹൈക്കോടതിയിൽ പിന്നെ മുഖ്യമന്ത്രിയുടെ ഭാര്യ സഹോദരിയുടെ മരുമകൾ പിന്നെ ലീഗൽ അഡ്വൈസറായിട്ട് വന്നത്? അതുൾപ്പെടെയുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യപ്പെടണം. മനോജ് പറയാം. ക്രോസ് ചെയ്ത് താങ്കൾ. 2-3 കാര്യങ്ങളുണ്ട്. ഇദ്ദേഹം ഈ മുഖ്യമന്ത്രി ഹൈക്കോടതിയിൽ ആരെയോ നിയമിച്ചു എന്ന് പറഞ്ഞു. പച്ച കള്ളം പറയുകയാണ്. ഈ പറയുന്ന ആൾ നവീൻ എന്ന് പറഞ്ഞ അഭിഭാഷകനാണ്. കഴിഞ്ഞ 16 കൊല്ലമായിട്ട് ഹൈക്കോടതി അഭിഭാഷകനായ നവീനെ കുറിച്ചാണ് ഈ പറയുന്നത്. അദ്ദേഹത്തെ നിയമിച്ചിട്ടില്ല ആരും. അദ്ദേഹം ഈ പരിസ്ഥിതി സംരക്ഷണ ബോർഡിൻ്റെ സ്റ്റാൻഡിംഗ് കൗൺസിലാണ്. അതായത് നിരവധി വക്കീലുമാരെ ഓരോ വകുപ്പിലും നിയമിക്കുന്നു യോഗ്യതയുടെ അടിസ്ഥാനത്തിൽ. അത് ഇപ്പോൾ കഴിഞ്ഞ ദിവസം വേറൊന്ന് വന്നു, ബോബി കോട്ടമുറിക്കലിൻ്റെ സഹോദരനെ നിയമിച്ചു എന്ന്. എന്താ സ്ഥിതി? ബ്രീസ് എന്ന് പറഞ്ഞ അഡ്വക്കേറ്റ് 26 വർഷമായി എറണാകുളം ലോ കോളേജ് യൂണിയനിൽ SFIയുടെ ചെയർമാനായിരുന്നു. ഹൈക്കോടതിയിൽ പ്രാക്ടീസ് ചെയ്യുന്ന പ്രമുഖ അഭിഭാഷകൻ. കഴിഞ്ഞ ഗവൺമെൻറ് കാലത്തും പ്ലീഡർ. എന്നിട്ട് ഇത്തവണ നിയമിച്ചപ്പോൾ അത് ഗോപി കോട്ടമുറിക്കലിൻ്റെ അനിയനാണെന്ന് പറഞ്ഞാൽ വിവരക്കേടാണ് ഈ പറയുന്നത്. എന്താ പിന്നെ ഇവിടെ ഈ UDF ഗവൺമെൻറ് നിശ്ചയിച്ച മുഴുവൻ ഗവൺമെൻറ് പ്ലീഡർമാരെയും തുടരാണോ വേണ്ടത്? പുതിയ ആളുകൾ വരണ്ടേ? അല്ലെങ്കിൽ പുതിയ എല്ലാ സ്റ്റാൻഡിംഗ് കൗൺസിൽമാരും തുടരുകയാണോ വേണ്ടത്? പുതിയ ആളുകൾ വരണ്ടേ? അതിന് UDFകാരെ തിരഞ്ഞു നിയമിക്കണോ? LDF അല്ലേ ഭരിക്കുന്നത്? സ്വാഭാവികമായി LDFുമായി ബന്ധമുള്ള ആളുകളെ നിയമിക്കും. അതുകൊണ്ട് അത് പിണറായി വിജയൻ്റെ ഭാര്യയുടെ അനിയത്തിയുടെ മകനാണ്, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഗോപി കോട്ടമുറിക്കലിൻ്റെ അനിയനാണ് എന്നൊക്കെ പറയുന്ന തരംതാണ നിലവാരത്തിലേക്ക് ഇവർ പോയിരിക്കുന്നു. അതാണ് വിഷയം. ഞാൻ കയറി ഇടപെട്ടില്ല. തരംതാണ നിലവാരത്തിലേക്ക് പോയിരിക്കുന്നു എന്നതാണ് വിഷയം. അതുകൊണ്ട് തന്നെ UDFന് എനിക്കിതിൽ ഒരു താല്പര്യമില്ല. കാരണം UDF ഇങ്ങനെ നിയമിക്കാൻ വിധിക്കപ്പെട്ടവരാണ്. കുഞ്ഞില്ലംപള്ളിയുടെ കഥ എത്ര കാലമായി നമ്മൾ പറയുന്നു. ഏതെങ്കിലും തരത്തിൽ അതിൽ ഒരു വ്യക്തത വേണം. ശ്രീ ഷാജൻ സ്കറിയ, കുഞ്ഞില്ലംപള്ളിയുടെ കാര്യത്തിൽ, കാരണം അവിടുത്തെ യോഗ്യതയാണ് എന്തായാലും അദ്ദേഹം ജ്യോതികുമാർ ചൂണ്ടിക്കാട്ടി, അല്ലെങ്കിൽ അദ്ദേഹം സംശയം പ്രകടിപ്പിച്ച്. ഇന്നിപ്പോൾ നിങ്ങളുടെ കൂടി താങ്കൾ പ്രദാനം ചെയ്യുന്ന മാധ്യമങ്ങൾ കൂടി കഴിഞ്ഞ ദിവസം പുറത്തുവിട്ട ഒട്ടേറെ പല വാർത്തകളുണ്ട്. EP ജയരാജനെ പറ്റിയ പിഴവുകൾ സംബന്ധിച്ചും ഒക്കെ ഈ രണ്ട് വശങ്ങളും ചർച്ച ചെയ്യപ്പെട്ട് ജനമധ്യത്തിലേക്ക് എത്തിച്ച വ്യക്തിയാണ്. എന്താണ് UDFന്റെ നിയമനങ്ങളുമായി ബന്ധപ്പെട്ട വ്യക്തത വേണം, കുഞ്ഞില്ലംപള്ളിയുടെ അടക്കം? ഇത് UDF ആണെങ്കിലും LDF ആണെങ്കിലും കാലാകാലങ്ങളായിട്ട് അനുവർത്തിച്ചു വരുന്ന ചില രീതികളുണ്ട്. അതിൽ ഒന്ന് രാഷ്ട്രീയ നിയമനങ്ങൾ. അതിപ്പം ചിലപ്പോൾ നമ്മൾ ഈ ഒരു ഉദ്യോഗസ്ഥ നിയമനങ്ങളുടെ യോഗ്യതകളുടെ മാനദണ്ഡം വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ചിലപ്പോൾ ഒത്തുവന്നൊന്നും വരത്തില്ല. പക്ഷേ കാലാകാലങ്ങളായി രാഷ്ട്രീയ നിയമനങ്ങൾ നടത്തുന്നത് രാഷ്ട്രീയ പാർട്ടിക്ക് വേണ്ടപ്പെട്ടവരും രാഷ്ട്രീയ പരിചയമുള്ളവരുമാണ്. അത് തെറ്റാണ്. ഇപ്പം നമ്മൾ ഈ ചിന്താ ജെറോമിൻ്റെയോ അല്ലെങ്കിൽ RV രാജേഷിൻ്റെയോ നിയമനം വിവാദമാകുന്നതിനെ ആണ് അതിനൊരു ഉദാഹരണം. അത് വിവാദമാകേണ്ട കാര്യമില്ല. അതേസമയം രാഷ്ട്രീയമല്ലാത്ത ചില പദവികളുണ്ട്. ആ പദവികളിലേക്ക് പാർട്ടിക്കാരോ അല്ലെങ്കിൽ ബന്ധുക്കളോ കടന്നു വരുമ്പോഴാണ് വിവാദമാകുന്നത്. ഈ കഴിഞ്ഞ സർക്കാരിനെ നയിച്ച ഉമ്മൻചാണ്ടിയുടെ അമ്മായിയുടെ മകനെ കുഞ്ഞില്ലംപള്ളിയുടെ യോഗ്യത, അതിനൊരു വ്യക്തത വേണം. അല്ല, തീർച്ചയായും അത് കഴിഞ്ഞ ഗവൺമെൻറ്റിൻ്റെ കാലത്ത് ഒരുപാട്, അതായത് അതുകൊണ്ടാണ് ജനം കഴിഞ്ഞ ഗവൺമെൻറ്റിനെ തള്ളിക്കളഞ്ഞത്. അതായത് സ്വജനപക്ഷപാതവും അഴിമതിയും സ്ത്രീ വിഷയവും
കഴിഞ്ഞ ഗവൺമെൻറ്റിൻ്റെ മുഖമുദ്രയായിരുന്നു. അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദാഹരണങ്ങളിൽ ഒന്നായിരുന്നു ഈ ഇല്ലംപള്ളിയുടെ നിയമനം എന്ന് പറയുന്നത്. കുഞ്ഞിലംപള്ളിയെ നിയമിച്ചിരിക്കുന്നത് തീർച്ചയായും എന്ത് തസ്തികയാണ് കൊടുത്തിരുന്നത് നോക്കൂ, കോപ്പറേറ്റീവ് നിയമനത്തിൻ്റെ ചുമതലയുള്ള തസ്തികയാണ് കൊടുത്തിരുന്നത്. ഏറ്റവും അധികം ബന്ധുക്കളെയും സ്വന്തക്കാരെയും തിരികെറ്റുന്ന, അതായത് ഈ കുഞ്ഞില്ലംപള്ളിക്ക് ഡോക്ടറേറ്റ് ഇല്ല, അദ്ദേഹത്തിന് ബിരുദം മാത്രമുള്ള വ്യക്തി, ഇതായിരുന്നു ഈ മാനദണ്ഡം ഇവിടെ റദ്ദാക്കി ഉമ്മൻചാണ്ടി ഇടപെടൽ നടത്തിയോ? തീർച്ചയായും മാനദണ്ഡം റദ്ദാക്കി തന്നെയാണ്. അതായത് ആ തസ്തികയ്ക്ക് നേരത്തെ നോട്ടിഫൈ ചെയ്തിരുന്ന മാനദണ്ഡം അനുസരിച്ച് ഇദ്ദേഹത്തിന് യോഗ്യത ഇല്ലാത്തത് കൊണ്ട് ആ മാനദണ്ഡം റദ്ദ് ചെയ്തിട്ട് പുതിയ മാനദണ്ഡം പ്രഖ്യാപിച്ച് തന്നെയാണ് കുഞ്ഞിലംപള്ളിയെ. ശ്രീ ജ്യോതികുമാർ അതിനൊരു വ്യക്തത വരുത്തണം. അല്ല, മാനദണ്ഡം നിശ്ചയിക്കാൻ സർക്കാരിന് അധികാരമുണ്ട്, അതുകൊണ്ടാണ് ചെയ്തത്. അതിനെ ആരും ചോദ്യം ചെയ്തില്ലല്ലോ. എന്തുകൊണ്ട് ചോദ്യം ചെയ്യാൻ നിലനിൽക്കത്തില്ല? കേസായതും വിവാദമായതുമാണ്, അല്ല എന്ന് പറഞ്ഞത്. ഞാൻ പറഞ്ഞോട്ടെ. പിന്നെ അനൂപ് ജേക്കബിൻ്റെ സഹോദരിയെ സംബന്ധിച്ചുള്ള വിഷയത്തിൽ ഒരു കേസ് നിലനിൽക്കുന്നുണ്ട്. ഇത്തരം കാര്യങ്ങളിൽ ഗവൺമെൻറ്റിന് എന്താണ് അതിൻ്റെ അടിസ്ഥാന യോഗ്യത എന്നും തീരുമാനിക്കാനുള്ള അവകാശമുള്ളതുകൊണ്ടാണ് ഗവൺമെൻറ് തീരുമാനിച്ചത്. അതുകൊണ്ടാണ് തന്നെ അപ്പോയിൻമെൻറ്റ് നടന്നതും. പിന്നെ ഇവിടെ പറയുമ്പോൾ ഇത്രയും കാര്യങ്ങളിലൊക്കെ കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്തുള്ള അഴിമതി ശരിയാണ്. LDF ഉണ്ടാക്കിയ പുകമറയുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഞങ്ങൾ പുറത്തു പോകേണ്ടി വന്നത്. ഞങ്ങൾ അംഗീകരിക്കുന്നു. അതുകൊണ്ട് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണോ? നിങ്ങൾ ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞത് ഇവിടെ വിജിലൻസ് ഡയറക്ടർ ഉണ്ടായിരുന്നു. വന്ന ഉടനെ പറഞ്ഞു ഞങ്ങൾ വിജിലൻസിനെ തുറന്നു വിട്ടിരിക്കുന്നു, കൂട്ടിലടച്ച തത്തിയല്ല. വിജിലൻസ് ഡയറക്ടർ എവിടെ? കഴിഞ്ഞ 3-4 ദിവസമായിട്ട് ഒറ്റ അക്ഷരം മിണ്ടുന്നില്ലല്ലോ. വിജിലൻസ് ഡയറക്ടർ ചുവന്ന കാർഡും മഞ്ഞ കാർഡും ഒക്കെ ആയിട്ട് നടക്കുക എന്നാണല്ലോ പറഞ്ഞത്. എവിടെ കേസ്? കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവ് എഴുതി കൊടുത്തില്ലേ ഇതിനെക്കുറിച്ചൊരു വിജിലൻസ് കേസ് എടുക്കണമെന്ന്? എത്ര ദിവസമായി? എന്തുകൊണ്ട് എടുക്കുന്നില്ല? അപ്പോൾ ഇവിടെ വിജിലൻസിനെ ഉൾപ്പെടെ വീണ്ടും അവരുടെ സ്വന്തം താല്പര്യത്തിന് വേണ്ടി പാർട്ടി പിടിച്ചടക്കിക്കൊണ്ട് ശ്രീ PM മനോജ്, അതാണ് അവർ പറയുന്നത്. കാരണം നിങ്ങൾ മുഖം തിരിഞ്ഞ് നിൽക്കുന്നുണ്ടോ? അവരുടെ കാലത്ത് നടന്ന ആരോപണങ്ങൾ സംബന്ധിച്ച് അത് നിലനിൽക്കുന്നു, അത് യാഥാർത്ഥ്യം. പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യത്തിലേക്ക് വരുമ്പോൾ എന്തെങ്കിലും ജനങ്ങൾക്ക് ബോധ്യമായ ഒരു ചലനം നിങ്ങൾക്ക് ഈ വിഷയത്തിൽ നടത്താൻ കഴിഞ്ഞിട്ടുണ്ടോ എന്ന ചോദ്യമാണ് ശ്രീ ജ്യോതികുമാർ ഇപ്പോഴും ചോദിക്കുന്നത്. അതാണ് ഉമ്മൻചാണ്ടിക്ക് ഇല്ലാത്ത ആർജവം പിണറായി വിജയൻ കാണിച്ചത്. സാധാരണ യോഗ്യതയുള്ളവരാണ് അത്തരം സ്ഥാനങ്ങൾ നിയമിക്കപ്പെടുക, പരിശോധിക്കും എന്ന് പറഞ്ഞത് ഉമ്മൻചാണ്ടിക്ക് ഇല്ലാത്ത ആർജവം കാണിച്ചാണ്. അത് തന്നെയാണ് ഞങ്ങളുടെ ഉറപ്പ്. രണ്ടാമത്തത്, വിജിലൻസ് ഡയറക്ടർ മിണ്ടിയില്ല എന്ന് പറയുന്നു. യഥാർത്ഥത്തിൽ വിജിലൻസിനെ കുറിച്ച് കഴിഞ്ഞ കുറേ കാലമായിട്ട് കോടതികൾ പറയുന്നത് എന്തൊക്കെയാണെന്ന് ഞാൻ ജ്യോതികുമാർ ചാമക്കാലൊക്കെ പറഞ്ഞു കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല. ആ വിജിലൻസിനെ സ്വതന്ത്രമായി വിട്ടപ്പോൾ വിജിലൻസ് ഇപ്പോൾ ഇതാ ഈ മുല്ലപ്പെരിയാർ പൊട്ടി വന്ന് കേരളം മുങ്ങിപ്പോകുന്നല്ലോ. ഒരു വിഷയം വന്നു കഴിഞ്ഞാൽ അത് പരിശോധിച്ച് വിജിലൻസിന് ഒരു മിനിമം സമയം കൊടുക്കണ്ടേ? അടുത്തത് എനിക്ക് ഇദ്ദേഹത്തോട് ചെറിയ ചോദ്യം ചോദിക്കാനുള്ളതാണ്. ഒന്ന്, ഈ അഡ്വക്കേറ്റ് AK ജോൺ ആരാണ്? അദ്ദേഹം കഴിഞ്ഞ ഗവൺമെൻറ് കാലത്ത് സീനിയർ ഗവൺമെൻറ് ലീഡറായിരുന്നു. AK ആരുടെ സഹോദരനാണ്? പിന്നെയോ ഇങ്ങനെ എത്ര ആളുകൾ, ഈ ആളുകളുടെയൊക്കെ KPCC വൈസ് പ്രസിഡൻ്റ് ആയിരുന്ന ലാലി വിൽസൺ, അവർ പൊളിറ്റിക്കൽ നിയമനാണെന്ന് പറയാം, ശരി, സമ്മതിക്കാം. പക്ഷേ അതിലുപരിയായിട്ട് എത്ര ആളുകളെയാണ് നിങ്ങൾ നിയമിച്ചിട്ടുള്ളത്? ഇവരുടെയൊക്കെ ഓരോരുത്തരുടെയും പേര് ഞാൻ പറയട്ടെ. അങ്ങനെ പറഞ്ഞാൽ നിങ്ങൾക്ക് മറുപടി പറയാൻ കഴിയും. ആരുടെ? വിനയൻ ഉൾപ്പെടെ ഉണ്ട്. അല്ല, നിങ്ങൾ അഴിമതിയിലൂടെയാണ് നടത്തിയെങ്കിൽ ശരി, ഞങ്ങൾ സമ്മതിക്കാം. നിങ്ങൾ അഴിമതിയിലൂടെയാണ്, അല്ല നിങ്ങൾ പറയുന്നത് നിങ്ങൾ അഴിമതി നടത്തിയിട്ട് ആ കൂട്ടത്തിൽ ഒന്നാണ് അതെങ്കിൽ ഞങ്ങൾ സമ്മതിക്കാം. ആണോ? അഴിമതി നടത്തിയതാണോ നിങ്ങൾ? ആണെന്ന് നിങ്ങൾ സമ്മതിച്ച വിഷമമില്ല. അല്ലല്ല, നിങ്ങൾ മാത്രം അങ്ങനെ മെഡിക്കലായിട്ട് വർത്താനം പറയല്ല, അത് ശരിയല്ല. മിനിമം മര്യാദ കാണിക്കും ചർച്ചയിൽ. മറ്റുള്ളവരുടെ വായിൽ കയറി വെടിവെക്കല്ലേ? ഞാൻ സംസാരിച്ചിട്ട് സംസാരിക്കാനുള്ള അവസരം നിങ്ങൾക്ക് കിട്ടുമല്ലോ. അല്ലല്ല, നിങ്ങൾ എന്തിനാ വെറുതെ ഇതിൽ തോക്കിൽ കയറുന്നത്? താങ്കൾ പറയുന്ന ലിസ്റ്റ് ദയവായി താങ്കൾ പൂർണ്ണമാക്കാം. അതിനുശേഷം ലിസ്റ്റിന്റെ കാര്യമല്ല, ഇദ്ദേഹം പറഞ്ഞ ചില കാര്യങ്ങളുണ്ടല്ലോ. ഞാനിതാ ഉറപ്പിച്ച് പറയുന്നു, ഈ കോൺഗ്രസ് നടത്തിയ കൊള്ളരുതായ്മകൾ അതിൻ്റെ ഒരു അംശം പോലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭരണത്തിൽ നിങ്ങൾ പ്രതീക്ഷിക്കേണ്ടതില്ല. കോൺഗ്രസ് നിയമിച്ചതുപോലെ ഇത്തരം അഴിമതി നിയമനങ്ങൾ ഒരു കാരണവശാലും ഇടതുപക്ഷ ജനാധിപത്യ കാലത്ത് സംഭവിക്കില്ല. ആ സംഭവിക്കില്ല എന്നതിൻ്റെ ഉറപ്പ് ഈ ഗവൺമെൻറ് തന്നെയാണ്. ഈ ഗവൺമെൻറ് നയിക്കുന്ന മുഖ്യമന്ത്രിയും നയിക്കുന്ന പാർട്ടിയും തന്നെയാണ്. അതുകൊണ്ട് തന്നെ അത്തരം ഇതുപോലെ ഈ സരിതയെയും അത് ബിജു രാധാകൃഷ്ണനോ കൊണ്ടുപോയി നടന്ന് നാട് മുഴുവൻ ഗസ്റ്റ് ഹൗസുകളിൽ നടന്ന് ഇത്തരം തട്ടിപ്പ് നടത്തിയ അനുഭവം നിങ്ങൾ പ്രതീക്ഷിക്കേണ്ടതില്ല. നിങ്ങളിൽ നിന്ന് വ്യത്യസ്തമാണ്. അതുകൊണ്ട് തന്നെയാണ് ഇതിങ്ങനെ വിവാദവും ചർച്ചയും ഇദ്ദേഹം തന്നെ പറഞ്ഞല്ലോ, കഴിഞ്ഞ 7-8 ദിവസമായി ചർച്ച എന്ന്. എന്താ ചർച്ച? ഒരു കമേഴ്ഷ്യൽ സ്ഥാപനത്തിൻ്റെ MD നിയമനമാണ് ചർച്ചയാവുന്നത്. അങ്ങനെ പോലും ഒരു കമേഴ്ഷ്യൽ സ്ഥാപനത്തിൻ്റെ MD നിയമനത്തിൽ പോലും 6 ദിവസം ചർച്ചയാക്കേണ്ട രീതിയിലുള്ള സ്ക്രൂട്ടിനി,
അത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അകത്തും നടക്കുന്നു, പുറത്തും നടക്കുന്നു. അതാണ് വ്യത്യാസം. ആ വ്യത്യാസം കോൺഗ്രസ് ഭരണകാലത്ത് നടന്നിട്ടില്ല എന്ന വ്യത്യാസമാണ് നമ്മൾ കാണേണ്ടത്. അല്ലാതെ ഇവിടെ വന്നിട്ട് ഓരോരുത്തർ ഇങ്ങനെയാണ് അതൊക്കെ രാഷ്ട്രീയ നിയമനങ്ങൾ, ഇവിടെയുള്ളതൊക്കെ ബന്ധു നിയമനങ്ങൾ എന്ന് പറഞ്ഞ് ഓടുന്നത് ശരിയല്ല മിസ്റ്റർ ജ്യോതികുമാർ. മിസ്റ്റർ മനോജ് ഇതൊക്കെ പറഞ്ഞു പോകുമ്പോൾ നിങ്ങൾ തിരുത്തും എന്ന് പറയുന്നത് നിങ്ങൾ ഒറ്റ കാര്യം ചെയ്താൽ പോരെ, ഈ പി ജയനെ പുറത്താക്കിയാൽ പോരെ. അദ്ദേഹം അല്ലെ ഈ മുഖ്യമന്ത്രി അറിയാതെ ഞാൻ പറയട്ടെ, നിങ്ങൾ പറഞ്ഞപ്പോൾ ഞാൻ സംസാരിച്ചില്ലല്ലോ. മുഖ്യമന്ത്രി പറഞ്ഞു ഇത് ഗൗരവമുള്ള വിഷയമാണ്. ആരാ ഗൗരവം ഇത്രയും വിഷയം ഉണ്ടാക്കിയത്? ഇ പി ജയരാജൻ അദ്ദേഹത്തിന്റെ മുഴുവൻ ബന്ധുക്കളെയും MD പോസ്റ്റുകളിലേക്ക് വെച്ചിരിക്കുന്നു. ആയിരം തവണ പുറത്തു പോകണമായിരുന്നു. 20 എംപിമാർ 20 മന്ത്രിമാരും 1000 തവണ. നിങ്ങൾ കമ്പയർ ചെയ്യുന്നത് പഴയ ഗവൺമെന്റുമായിട്ടാണോ അതോ ഈ ഗവൺമെന്റ് പോളിസിയെ കുറിച്ചാണോ? ഇപ്പോഴത്തെ സംസാരിക്കണം ശ്രീ ജ്യോതികുമാർ. അവർക്കൊരു സംവിധാനമുണ്ട്. ആ സംവിധാനത്തിന്റെ സാവകാശം എന്തായാലും 2-3 ദിവസമല്ലേ ആയുള്ളൂ. ഒരു സാവകാശം കൊടുക്കാം. ഇനി നയപരമായ ചർച്ചകൾ കൂടി വരുന്നില്ലേ? അതിനുമുമ്പ് നിയമനം റദ്ദാക്കിയിരിക്കുന്നു. ഇതൊക്കെ വളരെ പകൽ പോലെ വ്യക്തമല്ലേ? ഏത് നിയമനം റദ്ദാക്കിയത്? സുധീറിൻ്റെ മാത്രം നിയമനം റദ്ദാക്കിയതുകൊണ്ട് ഇത് രക്ഷപ്പെടാൻ കഴിയുമോ? എത്ര നിയമനങ്ങളാണ് കിടക്കുന്നത് ഇനി അങ്ങോട്ട് താഴോട്ട് പറയാനുള്ളത്? അതൊന്നും ഞാൻ ചോദിക്കുന്ന റിയാബ് കണ്ടെത്തിയ ആ ലിസ്റ്റിൽ നിന്ന് എത്ര പേരെ നിയമിച്ചു? ആ ലിസ്റ്റ് എന്തുകൊണ്ട് പബ്ലിഷ് ചെയ്തു? തെറ്റായതാണ്. അതായത് റിയാബ് കണ്ടെത്തുന്നത് വ്യത്യസ്ത മാനദണ്ഡങ്ങളാണ്. വ്യത്യസ്ത സ്ഥാപനങ്ങൾക്ക് വ്യത്യസ്ത മാനദണ്ഡം. ഇത് പിന്നെ യോഗ്യത അനുസരിച്ച് അപേക്ഷ ക്ഷണിക്കുന്നു. ആ അപേക്ഷ ക്ഷണിച്ചതിനനുസരിച്ച് ഇപ്പോൾ ഇൻ്റർവ്യൂ നടത്തുന്നു, പരീക്ഷ നടത്തുന്നു. അതിനനുസരിച്ച് ഷോർട്ട് ലിസ്റ്റ് തയ്യാറാക്കുന്നു. അഞ്ച് പേര് ഷോർട്ട് ലിസ്റ്റ് വന്നു കഴിഞ്ഞാൽ അതിൽ ജ്യോതികുമാർ ചാമക്കാലയും PM മനോജും ഉണ്ടെങ്കിൽ PM മനോജിനെയാണ് നിയമിക്കുക, അല്ലാതെ ജ്യോതികുമാർ ചാമക്കാലെ അല്ല. അതിലുള്ള രാഷ്ട്രീയം ഉണ്ടാകും. ഡിസ്കഷൻ ഒരു സംശയവും വേണ്ട. അതുകൊണ്ട് തന്നെ സുധീർ സാധാരണ നിലയിൽ വരേണ്ട എല്ലാ നടപടിക്രമങ്ങളും കഴിഞ്ഞിട്ടാണ് വന്നിട്ടുള്ളത്. പക്ഷേ ശ്രീമതി ടീച്ചറോടും അല്ലെങ്കിൽ EP ജയരാജനോടും CPM-നോടും വലിയ വിരോധമുള്ള ആളുകളുണ്ടാവും. സ്വാഭാവികമായി ആ പേര് വന്നു കഴിഞ്ഞാൽ മറ്റൊരു പേര് വരുന്നതിനേക്കാൾ കൂടുതൽ വിവാദം അതിൽ വന്നിട്ടുണ്ടാവും. അതിൻ്റെയൊക്കെ തുടർച്ചയാണിത്. അല്ലാതെ സാങ്കേതികമായി റെജി ലൂക്കസ്, ഈ പ്രതിപക്ഷത്തിന് ഇന്നിപ്പോൾ ഇ പി ജയരാജന്റെ രാജി ചർച്ചയിലും ജ്യോതികുമാർ ആവശ്യപ്പെടുന്നു. നൈതികമായി, ധാർമ്മികമായി. കാരണം പൊതുജനം എന്തായാലും എല്ലാ കാര്യങ്ങളും എന്തായാലും നോക്കുന്നുണ്ട്, അതിനെ കാണുന്നുണ്ട്. അതിനപ്പുറത്തേക്ക് വിഷയം നമ്മളിപ്പോഴും EPയുടെ നിലപാട് സംബന്ധിച്ച് തെറ്റുപറ്റിയിട്ടുണ്ട്, ഗൗരവമാണ് വിഷയമെന്ന് അംഗീകരിക്കുമ്പോഴും ധാർമ്മികതയുടെ ആ ലാക്കിൽ നിന്നുകൊണ്ട് ഈ പറയുന്ന പ്രതിപക്ഷത്തിന് കാര്യങ്ങൾ ഇത്രത്തോളം രാജി ആവശ്യപ്പെടാനോ സമരവുമായി പുറത്തേക്ക് ഇറങ്ങാനോ ഒക്കെയുള്ള നൈതികത അത് സംബന്ധിച്ചൊന്ന് ഉറ്റുനോക്കിയാൽ പ്രജീഷ്, ഇവിടെ ബഹുമാനപ്പെട്ട ജ്യോതികുമാർ ചാമക്കാല പ്രതീഷിന്റെ ചോദ്യത്തിന് മറുപടി പറയുന്നതിന് മുമ്പായിട്ട് ഉത്തരം പറയേണ്ട ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട്. കഴിഞ്ഞ മന്ത്രിസഭയിലെ 5ാം മന്ത്രിയായിരുന്ന മഞ്ഞളാംകുഴി അലിയുടെ പിതൃ സഹോദരപുത്രൻ മഞ്ഞളാംകുഴി മുഹമ്മദ് അലി 35 വർഷത്തോളം ഗൾഫിൽ ജോലിയായിരുന്നു. 4ാം ക്ലാസ് മാത്രം വിദ്യാഭ്യാസമുള്ള ആ മനുഷ്യനെ അദ്ദേഹത്തിന്റെ പേഴ്സണൽ സ്റ്റാഫിൽ ഗസറ്റഡ് റാങ്കിൽ അപ്പോയിന്റ് ചെയ്തു. പിന്നെ ഈ അനൂപ് ജേക്കബ് എന്ന് പറഞ്ഞ മന്ത്രിയുടെ ഭാര്യയെ മാത്രമല്ല അദ്ദേഹത്തിന്റെ സഹോദരിയെയും ഒരു IT സ്ഥാപനത്തിന്റെ മാർക്കറ്റിംഗ് മാനേജറായിട്ട് അപ്പോയിന്റ് ചെയ്തു. യാതൊരു വിദ്യാഭ്യാസ യോഗ്യത ആ കാര്യത്തിൽ ആ സ്ത്രീക്കില്ല. അതുകൂടാണ്ട് തന്നെ ജോൺ ജേക്കബ് വള്ളക്കാലിയിൽ എന്ന് പറയുന്ന ഉമ്മൻചാണ്ടിയുടെ ഫസ്റ്റ് കസിനെ ഒരു കോർപ്പറേഷൻ ചെയർമാനാക്കി. ഈ കുഞ്ഞില്ലമ്പള്ളി എന്ന് പറഞ്ഞ വ്യക്തിക്ക് വേണ്ടിയിട്ട് നിയമം മാറ്റിയെങ്കിലും കോട്ടയം, ഞാനൊക്കെ ജീവിക്കുന്ന കോട്ടയം പ്രദേശങ്ങളിൽ അന്ന് ഒരു ലജ്ജാകരമായ വാർത്തയായിരുന്നു. അത് തന്നെയല്ല, കേരളത്തിലെ നിർണായകമായിട്ടുള്ള കോഓപ്പറേറ്റീവ് എക്സാമിനേഷൻ ബോർഡിന്റെ ചെയർമാനായിട്ട് ഈ മനുഷ്യനെ നിയമിച്ചത് ഏത് തരത്തിലാണ് ശ്രീ ജ്യോതികുമാർ ചാമക്കാലയ്ക്ക് ന്യായീകരിക്കാൻ പറ്റുന്നത്? മറ്റൊരു പ്രധാനപ്പെട്ട ചോദ്യം ചോദിക്കട്ടെ. കേരളത്തിന്റെ ആർജവത്തുള്ള മുഖ്യമന്ത്രി 140 ദിവസം കൊണ്ട് കേരളത്തിലെ ജനങ്ങളുടെ മുഴുവൻ പിന്തുണ നേടിയ കേരളത്തിന്റെ ഇടതുപക്ഷ സർക്കാർ ഇതുപോലെ ഒരു അശ്രദ്ധ കൊണ്ട് വന്നൊരു നിയമനമാണ് ഇവര് ആരോപണം ഉന്നയിക്കുന്ന നിയമം. ആ വാർത്ത വെളിയിൽ വന്ന അപ്പം തന്നെ കേരളത്തിന്റെ മുഖ്യമന്ത്രിയും വ്യവസായ വകുപ്പും ആ KP സുധീറിനെ ആ നിയമനത്തിൽ നിന്ന് റദ്ദാക്കിക്കൊണ്ട് തങ്ങൾ ജനങ്ങളോടൊപ്പമാണെന്നും ഇത്തരം തെറ്റുകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിനെ തിരുത്തുമെന്ന് പ്രഖ്യാപിച്ചതല്ലേ ഒരു സർക്കാരിന്റെ ഏറ്റവും വലിയ ഔന്നത്യവും ആർജവത്വവും? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ ലിസ്റ്റിൽ ഏതാണ്ട് 30ഓളം പേരെ, അത് വളരെയധികം നീണ്ട ലിസ്റ്റാണ്, ഈ UDF ഗവൺമെന്റിന്റെ കാലത്ത് വിദ്യാഭ്യാസ യോഗ്യത പോലും ഇല്ലാത്തവരെ കേരളത്തിലെ ചെറുപ്പക്കാരുടെ മുമ്പിൽ കൊഞ്ഞനെ കൊത്തിക്കൊണ്ട് ഇവർ അപ്പോയിന്റ് ചെയ്തിരിക്കുന്നത്. ഇനിയുമുണ്ട് ലിസ്റ്റുകൾ വേറെ. അതായത് കേരളത്തിലെ ഗവൺമെന്റ് ഈ സർക്കാർ അല്ലെങ്കിൽ ഈ സർക്കാരിനെതിരെ, ഇടതുപക്ഷ ഗവൺമെന്റിനെതിരെ ഇവിടുത്തെ UDF-നോ കോൺഗ്രസിനോ വിഷയദാരിദ്ര്യം നേരിട്ടപ്പോൾ ഇവിടെ ജനങ്ങളുടെ മുമ്പിൽ വിലപ്പോകാത്ത കേരളത്തിന് വെളിയിലെ സ്വാശ്രയ മുതലാളിമാർക്ക് വേണ്ടിയിട്ട്
നിരാഹാര സത്യാഗ്രഹം നടത്തി കേരളത്തിൽ ലജ്ജാകരമായ രീതിയിൽ നാണം കെടുത്തിയ കേരളത്തിലെ UDF-ന്റെയും കോൺഗ്രസിന്റെയും നേതൃത്വം ഇന്ന് കേരളത്തിലെ ജനങ്ങളുടെ മുമ്പിൽ നാണം കെട്ടിരിക്കുകയാണ് ഈ ഒറ്റ കാര്യത്തിന്റെ പേരിൽ. ഇവർക്ക് പറയാനായിട്ടുള്ള എന്ത് ധാർമ്മികതയുള്ളത്? ഇവരുടെ കാലഘട്ടങ്ങളിൽ അപ്പോയിന്റ് ചെയ്തിട്ടുള്ള ഏതെങ്കിലും ശ്രീ ഷാജൻസ്കറിയ ഒരു വ്യക്തത എന്തായാലും വേണം. കാരണം ഇപ്പോഴും ജ്യോതികുമാർ പറയുന്ന കാര്യം ഒരു നടപടികളിലേക്ക് ജനങ്ങൾക്ക് ബോധ്യമായ രീതിയിലേക്ക് ഈ സർക്കാരിന് പോകാൻ കഴിഞ്ഞിട്ടുണ്ടോ എന്ന ചോദ്യമാണ് അവർ ആവർത്തിച്ച് ഇന്നും ഉന്നയിക്കുന്നത്. അതേ സമയത്ത് മറുവശത്ത് രണ്ട് കൈയില്ലാത്തവൻ ഒറ്റക്കൈയിനെ കുറ്റം പറയുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ വരുന്നുണ്ടോ? എണ്ണി പറഞ്ഞാൽ VS ശിവകുമാറിൻ്റെതടക്കമുള്ള അഴിമതികൾ മറച്ചു വെച്ചുകൊണ്ട് VS ജയകുമാറിൻ്റെ അഴിമതികൾ പോലും മറച്ചു വെക്കുന്ന സാഹചര്യം, അനൂപ് ജേക്കബിൻ്റെ അടക്കമുള്ള ഈ വലിയ ഒരു ഗുരുതരമായ വീഴ്ച സംഭവിച്ച് അത് ഒരു പക്ഷേ മറികടക്കാൻ കഴിയാത്ത ഉന്നയിക്കാൻ പോലും കഴിയാത്ത അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ടോ? കാരണം ഇവിടെ രാജി പോലും ആവശ്യപ്പെട്ട് മുന്നോട്ട് വരുന്നത് VM സുധീരനാണ് ആദ്യം. ഉമ്മൻചാണ്ടി പോലും വലിയ അർത്ഥത്തിലേക്ക് കാര്യങ്ങളൊന്നും പറയാതെ പോകുന്ന ഒരു സാഹചര്യം. ഇങ്ങനെയൊക്കെ വിലയിരുത്തി കഴിഞ്ഞാൽ ഗുരുതരമായ പിഴവ് മറുവശത്തും സംഭവിച്ചു എന്ന് ബോധ്യമാണ്. ഇല്ല, ഞാൻ ആ കാര്യത്തിൽ തർക്കിക്കുന്നില്ല. ഞാൻ ആദ്യം തന്നെ പറഞ്ഞു, റജി പറഞ്ഞ കാര്യങ്ങൾ പ്രസക്തമാണ്, ജ്യോതികുമാർ പറഞ്ഞ കാര്യങ്ങൾ പ്രസക്തം, മനോജ് പറഞ്ഞ കാര്യങ്ങൾ പ്രസക്തം. പക്ഷേ ഇവിടെ 3 കാര്യങ്ങൾ നമ്മൾ പ്രധാനമായിട്ടും വിട്ടുപോകരുത്. ഒന്ന്, ഭരണഘടനയുടെ 16-ാമത്തെ ആർട്ടിക്കിൾ പറയുന്നത് ഈക്വൽ ഓപ്പർച്യൂണിറ്റിയുടെ, അതായത് പബ്ലിക് അപ്പോയിൻമെൻറ്റിലെ ഈക്വൽ ഓപ്പർച്യൂണിറ്റി എന്ന് പറയുന്ന ഒരു പ്രക്രിയ ലംഘിക്കപ്പെട്ടിട്ടുണ്ട്. അത് 2 കൂട്ടരും സമ്മതിക്കുന്നു. അതായത് ഇപ്പോഴത്തെ സർക്കാരും അത് ലംഘിച്ചിട്ടുണ്ട്, കഴിഞ്ഞ സർക്കാരും അത് ലംഘിച്ചിട്ടുണ്ട്. രണ്ടാമത്, സർക്കാരിൻ്റെ ബിസിനസ് റൂൾ, ഗവൺമെൻറ്റിൻ്റെ മന്ത്രിമാരെ നിയന്ത്രിക്കുന്ന ബിസിനസ് റൂളിൻ്റെ 24-ാം വകുപ്പിൽ വ്യക്തമായി പറയുന്നുണ്ട്, ഒരു മന്ത്രിക്ക് തീരുമാനമെടുക്കുമ്പോൾ അയാളുടെ താല്പര്യത്തെ അത് ബാധിക്കുന്നതാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മുഖ്യമന്ത്രിയുടെ പരിഗണനയ്ക്ക് വിടണമെന്ന്. ഈ 2 സിറ്റുവേഷനിലും, 2 ഗവൺമെൻറ് സിറ്റുവേഷനിലും, പ്രത്യേകിച്ച് ഈ PP ജാരുടെ സിറ്റുവേഷൻ അത് സംഭവിച്ചിട്ടില്ല. മൂന്നാമത്തെ ഒരു കാര്യം കൂടി ഇതുമായിട്ട് ചൂണ്ടി പറയാനുണ്ട്. അഴിമതി നിരോധന നിയമത്തിലെ 13-ാമത്തെ ചട്ടത്തിൽ പറയുന്നുണ്ട്, സാമ്പത്തിക ലാഭം ഇല്ലാത്ത കാര്യമാണെങ്കിൽ പോലും അത് സ്വജനപക്ഷപാതം വരുന്നത് പോലും അഴിമതി. ഈ 3 കാര്യങ്ങളാണ് ശരിക്കും ചർച്ച ചെയ്യപ്പെടേണ്ടതെന്നാണ് എൻ്റെ അഭിപ്രായമുള്ളത്. അത് ഈ സർക്കാരിൻ്റെ ഭാഗത്തുണ്ടായ വീഴ്ചയുമുണ്ട്, കഴിഞ്ഞ സർക്കാരിൻ്റെതായിരുന്നു വളരെ ഗുരുതരം. പക്ഷേ ഈ സർക്കാരിൻ്റെ ഇത് കൂടുതൽ ചർച്ചയാവുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഈ സർക്കാരിൽ നിന്ന്, ഇടതുപക്ഷ സർക്കാരിൽ നിന്നും CPM-ൽ നിന്നും അല്പം സ്വല്പം സ്വജനപക്ഷപാതം പ്രതീക്ഷിച്ചാൽ പോലും അത് പാർട്ടി എന്ന മാനദണ്ഡമാണ് പ്രതീക്ഷിക്കുന്നത്. പ്രത്യേകത ബന്ധുക്കളിലേക്ക് അത് വരുമ്പോഴുണ്ടാകുന്ന ഒരു അസ്വാരസ്യവും ബുദ്ധിമുട്ടുമുണ്ട്. മനോജ് പറഞ്ഞ ഒരു കാര്യത്തിൽ എനിക്ക് വിയോജിപ്പുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ എന്തെല്ലാം ന്യായീകരിക്കാം, ഞാൻ ബാക്കി നിയമനങ്ങളൊക്കെ ന്യായീകരിക്കുന്നത്, പക്ഷേ സുധീറിൻ്റെ നിയമനം വളരെ ഗുരുതരമായ പെശക് തന്നെയാണ്. അദ്ദേഹത്തിന് യോഗ്യത അടക്കമുള്ള കാര്യങ്ങൾ നമ്മൾ ആരും, ഞാൻ പറയുന്നത് CPM-കാർ പോലും, മനോജിനെ പോലുള്ളവർ പോലും സുധീറിൻ്റെ യോഗ്യത അടക്കമുള്ള കാര്യങ്ങൾ പറഞ്ഞ് ന്യായീകരിക്കാൻ ശ്രമിക്കരുതെന്നുള്ളതാണ്. നമുക്ക് അറിയാവുന്നതാണ് സുധീറിൻ്റെ യോഗ്യത എന്താണെന്ന്. പക്ഷേ ഇവിടെ ചർച്ച ചെയ്യപ്പെടേണ്ട കാര്യം വളരെ സിമ്പിളാണ്. ഇടതുപക്ഷ സർക്കാരിനേക്കാൾ മോശമായിരുന്നു UDF സർക്കാർ, ഒരു സംശയവും വേണ്ട. കുഞ്ഞുലമ്പള്ളിയുടെ കാര്യം മാത്രമല്ല, എല്ലാ നിയമനങ്ങളും, ഇപ്പം റജി ചൂണ്ടിക്കാട്ടിയത് അടക്കമുള്ള എല്ലാ നിയമനങ്ങളും യാതൊരു മാനദണ്ഡങ്ങളും പാലിക്കാതാണ് പറയുന്നത്. ഇത് ഭരണഘടനയ്ക്ക് വിരുദ്ധമാണ്, നിലവിലുള്ള നിയമങ്ങൾക്ക് വിരുദ്ധമാണ്, സാധാരണക്കാരന് കിട്ടാനുള്ള അവകാശങ്ങളുടെ ലംഘനമാണ്. ശ്രീ ജ്യോതികുമാർ, ഈ പറയുന്ന അന്വേഷണം നിങ്ങളുടെ പ്രതിപക്ഷ നേതാവ് ആവശ്യപ്പെടുന്ന ആ കൂട്ടത്തിൽ ഇതുകൂടി ഉൾപ്പെടുത്തി ഇതിൻ്റെ വ്യക്തത കൂടി വരുത്തണമെന്ന ഒരു ആവശ്യപ്പെടൽ നടത്താനുള്ള ആർജവം നിങ്ങൾക്കുണ്ടോ? അല്ല, അന്വേഷണ പരിധിയിലേക്ക് എല്ലാം വരണമല്ലോ. പ്രജീഷേ, ഇത് കഴിഞ്ഞ 2011 നടന്ന സംഭവത്തെക്കുറിച്ചാണ് ഈ പറയുന്നത്. ഇവർ പ്രതിപക്ഷത്തായിരുന്നല്ലോ, അപ്പോൾ അവരുടെ വീഴ്ചയല്ലേ ഇത്? ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ അത് ചൂണ്ടിക്കാണിക്കാനും, അല്ലെങ്കിൽ പ്രജീഷ്, ഞാനൊന്ന് പറഞ്ഞു തന്നോട്ടെ, ചൂണ്ടിക്കാണിച്ചിട്ടും പരിഹരിച്ചില്ലെങ്കിൽ അത് കോടതിയിൽ പോകാനും നിയമപരമായി അതിനെ നേരിടാനും അവർക്ക് കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ ആരുടെ മിസ്റ്റേക്കാണ്? VS ജയകുമാർ നടത്തിയ 2012 അഴിമതിയുമായി ബന്ധപ്പെട്ട് നടന്ന വിഷയത്തിൽ ജുഡീഷ്യൽ അന്വേഷണം നടന്നു. അതിനുശേഷം വിജിലൻസ് വ്യക്തമായ കാര്യങ്ങൾ നിരീക്ഷ റിപ്പോർട്ട് എവിടെ പോയി? അക്കാര്യത്തിൽ മാത്രം സൂചിച്ചു. അത് അടക്കം ചർച്ച നടന്നിട്ടുണ്ട്. പ്രതിപക്ഷമടക്കം ചൂണ്ടിക്കാട്ടിയതാണ് ശ്രീ ജ്യോതികുമാർ. പ്രതിപക്ഷത്തിന്റെ ധാർമ്മികമായ ഉത്തരവാദിത്തം അവർ നിറവേറ്റിയിട്ടുണ്ട്. രാഷ്ട്രീയമായ ഇടപെടലിലൂടെ അതെവിടെ പോയി? പ്രജീഷ, ഞാൻ ചോദിക്കട്ടെ, ഈ സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ കഴിഞ്ഞ സർക്കാർ മുഴുവൻ അഴിമതിയെ കാണിച്ചത് ഞങ്ങൾ എന്താണ്ട് വിജിലൻസ് ഡയറക്ടറായിട്ട് ഇന്നയാളെ ചുമതലപ്പെടുന്നു, അദ്ദേഹത്തെ കൊണ്ട് ഞങ്ങളിത് മുഴുവൻ അങ്ങ് അന്വേഷിപ്പിക്കലായിരുന്നോ? എന്തേ ബാബുവിൻ്റെ കേസാണല്ലോ ഏറ്റവും കൂടുതൽ കൊട്ടിക്കൊടിച്ചത്? എന്ത് കിട്ടി അവിടെ ഇത്രയും കാലം? അല്ല, നടക്കുന്നു. എന്ത് കിട്ടി? കാണിച്ചതെന്താണ്? അദ്ദേഹത്തിൻ്റെ മരുമകനും മകളും കൂടെ ചേർന്ന് ബാങ്കിൽ 150 പവൻ വെച്ചിരുന്നു. ഏത് കുടുംബത്തിലാണ് അങ്ങനെ ഇല്ലാത്തത്? അപ്പോൾ അന്വേഷണം തുടങ്ങിയുള്ളൂ. അപ്പോൾ പ്രജീഷ്, ഞാൻ പറയുന്നത് റിപ്പോർട്ട് പൂർത്തിയായി നിങ്ങൾ കണ്ടെത്തൂ. ഇപ്പോൾ നിങ്ങളുടെ ഇരിക്കല്ലേ വിജിലൻസ്? ഞാൻ പറയുന്നത്, നിങ്ങൾ പറഞ്ഞ എന്താണ്? കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് ഞങ്ങൾക്ക് പാകപ്പിഴകളുണ്ടായി, ഞങ്ങൾ അഴിമതി കാണിച്ചു, അതുകൊണ്ടാണ് ഞങ്ങൾ പുറത്ത് പോയി. ശരി, സമ്മതിക്കുന്നു. നിങ്ങൾ പറഞ്ഞെന്താ? ഞങ്ങൾ വന്നെത്തി, ഞങ്ങളിത് മുഴുവൻ കണ്ടെത്താൻ പോകുന്നു, മുഴുവൻ അന്വേഷിച്ച് നാളെ മുതൽ പിന്നെ അന്വേഷണങ്ങളുടെ പെരുമഴക്കാലമാണ്, എല്ലാം ഞങ്ങൾ കണ്ടെത്തി പുറത്തു കൊണ്ടുവരും. ഇതുവരെ എന്ത് കൊണ്ടുവന്നു?
നിങ്ങളിതെല്ലാം അന്വേഷിക്കുക, എല്ലാം അന്വേഷിക്കുക. ഒന്ന്. രണ്ട്, ഇപ്പോൾ ഈ പറഞ്ഞു പോകുന്നതിനെക്കുറിച്ച്, ഈ സുധീറിനെ കുറിച്ച് ഇപ്പോൾ സുധീറിലേക്ക് മാത്രമായി ഇത് കോൺസെൻട്രേറ്റ് ചെയ്യുന്നതിൽ വലിയ ദുരുദ്ദേശമുണ്ട്. ബാക്കിയുള്ളവരെല്ലാം സംരക്ഷിക്കാൻ വേണ്ടിയുള്ള ഇതിൻ്റെ ഭാഗം മാത്രമാണ്. അപ്പോൾ ക്ലേസ് ആൻഡ് പിന്നെ ഇതിൽ വെച്ച ഇസ്ലാമിക്സിൽ വെച്ച ദീപ്തിയുടേത് ഉൾപ്പെടെ, പിന്നെ ജയരാജൻ്റെ ബന്ധുക്കളുടെ നിയമനം ഉൾപ്പെടെ, മേഴ്സിക്കുട്ടിയമ്മയുടെ ബന്ധുക്കളുടെ നിയമനം ഉൾപ്പെടെ, നായനാരുടെ കൊച്ചുമകൻ്റെ നിയമനം ഉൾപ്പെടെ, ആനത്തലവട്ടം ആനന്ദിൻ്റെ ബന്ധുവിൻ്റെ നിയമനം ഉൾപ്പെടെ, കോലിയക്കോട് കൃഷ്ണനായരുടെ ഉൾപ്പെടെ, എന്തിനാ ഇത് തുടങ്ങിയത് എവിടെയാണ്? ഈ സുധീറിന്റെ മാറ്റിയിരുന്ന യോഗ്യതയില്ലായ്മ ഇവിടെ താങ്കൾക്ക് രണ്ട് വശവും കൂടെ നിങ്ങളുടെ ഈ 100ഓളം അല്ലെങ്കിൽ 100ലേറെ പറയുന്ന നിയമനങ്ങളും ഇന്നത്തെ നിയമനങ്ങളും ഒരു തുലനത്തിന് വേണ്ടി ഒരു വിധേയമാക്കി. കാരണം തെറ്റിനെ നമ്മൾ ന്യായീകരിക്കുകയല്ല, തെറ്റ് സംഭവിച്ചിട്ടുണ്ടെന്ന് അദ്ദേഹം കൂടിയിരിക്കുന്ന ശ്രീ PM മനോജ് പോലും പറയുന്നുണ്ട്, മുഖ്യമന്ത്രി പറയുന്നുണ്ട്. ഈ രണ്ട് വശങ്ങൾ കൂടി തുലനം ചെയ്താൽ യോഗ്യതയുടെ കാര്യത്തിൽ ഇത് രണ്ടും തുലനം ചെയ്യാനേ പറ്റില്ല. ഒന്ന്. രണ്ട്, സുധീറിനെ സംബന്ധിച്ച് എന്താണ് കഴിഞ്ഞ റദ്ദാക്കിയാണ് ശ്രീ ജ്യോതികുമാർ മാനദണ്ഡങ്ങൾ പോലും. കാരണം കുഞ്ഞില്ലംപള്ളിക്ക് വേണ്ടി മാനദണ്ഡം അവിടെ ഞാൻ പറഞ്ഞല്ലോ, അനൂപ് ജേക്കബിന്റെ സഹോദരിക്കും ഭാര്യയ്ക്കും വേണ്ടി ഈ പറയുന്ന മാനദണ്ഡം റദ്ദാക്കുന്നു. ഇങ്ങനെയുള്ള അതാണ് ഞാൻ സൂചിപ്പിച്ചത്. അതിനെക്കുറിച്ചെല്ലാം ഞാൻ പറഞ്ഞല്ലോ, അതിനെക്കുറിച്ചെല്ലാം ഇപ്പോൾ ഭരണത്തിലിരിക്കുന്നവർക്ക് അന്വേഷിക്കാമല്ലോ, അന്വേഷിക്കട്ടെ, അതിനകത്ത് തെറ്റുണ്ടെങ്കിൽ കണ്ടെത്തട്ടെ. പക്ഷേ അത് ആവശ്യപ്പെടുകയാണ്, അങ്ങനെയല്ല, ആരും ആവശ്യപ്പെടണ്ടല്ലോ, സർക്കാരിന് തീരുമാനിക്കാമല്ലോ, തീരുമാനിക്കാവുന്നതാണ്. ഞങ്ങൾ പ്രതിപക്ഷം എന്ന നിലയിൽ ഇപ്പോൾ ഭരണപക്ഷത്ത് വന്നിരിക്കുന്ന സുധീറിൻ്റെ നിയമനത്തിൽ തുടങ്ങി താഴോട്ട് ഈ പറഞ്ഞിരിക്കുന്ന മുഴുവൻ നിയമനങ്ങളും എവിടെയാണ് തുടങ്ങിയത്? ഇവിടെ ആദ്യം കൊണ്ടുവന്നത് ആരെയാണ്? ഭരണപരിഷ്കാര കമ്മീഷൻ. അദ്ദേഹത്തിൻ്റെ വായടപ്പിച്ചതോടി രക്ഷപ്പെട്ടു എന്നാണ് ഇവർ കരുതിയത്. അദ്ദേഹത്തെ കൊണ്ടുവന്ന് പിന്നെ കോടികൾ ചിലവാക്കിക്കൊണ്ട് 5 വർഷത്തേക്ക് കോടികൾ ചിലവാക്കി അദ്ദേഹത്തെ കൂടിയിരുത്തി. ശരി, ആയിക്കോട്ടെ. അതിനുശേഷം ചെയ്തത് ശിവൻകുട്ടി MLA പരാജയപ്പെട്ടു. അദ്ദേഹത്തിൻ്റെ വൈഫിനെ പിന്നെ PSC ചെയർപേഴ്സണാക്കി, PSC മെമ്പറാക്കി. അപ്പോൾ അദ്ദേഹത്തിന് യോഗ്യത പറയുമ്പോൾ MT സുലേഖ, ഡോക്ടർ MT സുലേഖ യോഗ്യത ഇല്ലായിരുന്നോ? ശിവകുമാറിന്റെ അരിയിൽ യോഗ്യത ഇല്ലായിരുന്നോ? നിങ്ങൾ പറയുമ്പോൾ അപ്പോൾ ഇതെല്ലാം പറയുമ്പോൾ അതെല്ലാം കൂട്ടി വായിക്കണം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, അത് മനഃപൂർവ്വം. ഇനി സുധീറിനെ കുറിച്ച് കഴിഞ്ഞ 2011 മുതൽ 16 വരെയുള്ള 2006 മുതൽ 11 വരെ ഉണ്ടായിരുന്ന ഇടതുപക്ഷ സർക്കാരിന്റെ കാലത്ത് ആരോഗ്യമന്ത്രിയായിരുന്ന ശ്രീമതി ടീച്ചറുടെ മകനായ സുധീർ അക്കാലത്ത് കാട്ടിക്കൂട്ടിയ കോപ്രായങ്ങൾ മറുപടി ശ്രീ PM മനോജ് പറയും. ശ്രീ PM മനോജ്, ജ്യോതികുമാർ നിരത്തിയ ആരോപണങ്ങൾക്ക് മറുപടി. അല്ല, ജ്യോതികുമാറിന് ബാബുവിനെ പിടിക്കുന്നതിന് വേഗം പോരാ എന്നൊരു പരാതി ഉള്ളതായിട്ട് മനസ്സിലാക്കി. ഏതായാലും അക്കാര്യത്തിൽ വിജിലൻസിൻ്റെ പ്രവർത്തനം കൂടുതൽ വേഗത്തിലാക്കുകയും UDFൻ്റെ എല്ലാ അഴിമതികളും അതിവേഗം പുറത്തു കൊണ്ടുവരികയും ചെയ്യണമെന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ. അതിലേതെങ്കിലും തരത്തിലുള്ള ഒരു പിന്നെ അപാകമോ അല്ലെങ്കിൽ പിന്നെ എന്താ മെല്ലെപ്പോക്കോ ഉണ്ടെങ്കിൽ അത് പരിഹരിക്കപ്പെടുക തന്നെ വേണം. പിന്നെ ശ്രീ ജ്യോതികുമാർ ചാമക്കാല തിരുവനന്തപുരം ജില്ലയിലുള്ള പ്രദേശം തന്നെയാണെന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. പാർവതി ദേവി ഒരു ദിവസം ശിവൻകുട്ടിയുടെ ഭാര്യയായിട്ട് കേരളത്തിൽ പൊട്ടി മുളച്ച ഒരാളല്ല, മറിച്ച് പാർവതി ദേവി കൃത്യമായി കേരളത്തിലെ മാധ്യമ രംഗത്തും അതുപോലെ പിന്നെ മറ്റ് രാഷ്ട്രീയ രംഗത്തും സാമൂഹ്യ രംഗത്തും നിരന്തരം ഇടപെടുന്ന ഒരു വ്യക്തിത്വമാണ്. അതോടൊപ്പം തന്നെ അവർ P. ഗോവിന്ദപിള്ളയുടെ മകളും കൂടിയാണ്. P. ഗോവിന്ദപിള്ളയുടെ മകളെന്ന് പറഞ്ഞാൽ ആ മകളായതുകൊണ്ട് നിയമനം കൊടുക്കണമെന്നല്ല. അപ്പോൾ പാർവതിക്ക് ഏക അസ്തിത്വം ശിവൻകുട്ടിയുടെ ഭാര്യ മാത്രമാണ് എന്ന് പറഞ്ഞാൽ അത് ബന്ധു നിയമനമാണ് എന്ന് പറയുക. അതോടൊപ്പം തന്നെ സുധീർ പണ്ടെന്തൊക്കെയോ ചെയ്തിട്ടുണ്ട്, നിങ്ങളെന്തുകൊണ്ട് പിടിച്ചിട്ടില്ല എന്ന് ചോദിക്കുക. ഈ 5 കൊല്ലം നിങ്ങളല്ലേ ഭരിച്ചത്? നിങ്ങളിപ്പോൾ എന്താ പറഞ്ഞത്? 5 കൊല്ലം നിങ്ങൾ ഭരിച്ചത് എന്തുകൊണ്ട് ഞങ്ങളുടെ തെറ്റ് കണ്ടെത്തിയില്ല എന്ന്? ഞാൻ തിരിച്ചു ചോദിക്കട്ടെ, നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിൽ എന്തെങ്കിലും ഒന്ന് കണ്ടെത്താൻ കഴിഞ്ഞോ? അപ്പോൾ നിങ്ങളുടെ 5 കൊല്ലത്തെ ഭരണം കഴിഞ്ഞിട്ടാണ് ഇപ്പോഴും വരുന്നത്. അതുകൊണ്ട് ആ ന്യായമൊന്നും ഇവിടെ വേണ്ട. അതോടൊപ്പം തന്നെ ഒരു കാര്യം പറയാം, ഏതെങ്കിലും നേരിയ ഇപ്പോൾ തെറ്റൊക്കെ പറ്റിയിട്ടുണ്ടാവും, ഏതെങ്കിലും ഒരു നേരിയ തെറ്റ് പോലും നിങ്ങൾ ചെയ്തതുപോലെ ആവർത്തിക്കാനോ അല്ലെങ്കിൽ നിങ്ങൾ സംരക്ഷിച്ചതുപോലെ പെശക് പറ്റിയവരെയും തെറ്റുപറ്റിയവരെയും കുറ്റം ചെയ്തവരെയും സംരക്ഷിക്കാനോ തയ്യാറാകുന്ന ഒരു സർക്കാരല്ല നിലവിലുള്ളത്. അത് മറ്റൊരു തരത്തിലുള്ള സർക്കാരാണ്. അതുകൊണ്ട് ആ ഭയം നിങ്ങൾക്ക് വേണ്ട. നിങ്ങൾ കുഴപ്പം ചെയ്തിട്ടുണ്ടെങ്കിൽ, ബാബു അഴിമതി നടത്തിയിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഉമ്മൻചാണ്ടി അഴിമതി നടത്തിയിട്ടുണ്ടെങ്കിൽ, സരിതയുമായി ചേർന്ന് തട്ടിപ്പ് നടത്തിയിട്ടുണ്ടെങ്കിൽ പിടികൂടുക തന്നെ ചെയ്യും. ഒന്ന്. രണ്ടാമത്, ഞങ്ങൾ നിങ്ങളുടെ തെറ്റ് ആവർത്തിക്കാനും നിൽക്കുന്നില്ല. ഈ 2 കാര്യങ്ങൾ മനസ്സിൽ വെച്ച് ജനങ്ങളുടെ മനസ്സിലുള്ളത് കൊണ്ടാണ് ഇത്തരം ചർച്ചയിൽ ജനങ്ങൾ ശ്രദ്ധിക്കുന്നത്. കാരണം നിങ്ങൾ ചെയ്യുന്ന പോലെ CPM ചെയ്യാൻ പാടില്ല, നിങ്ങൾ ചെയ്യുന്ന പോലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ചെയ്യാൻ പാടില്ല എന്ന നല്ല ബോധ്യം ജനങ്ങൾക്കുണ്ട്. അതുകൊണ്ട് തന്നെ നേരിയ ഇപ്പോൾ നടന്നു പോകുമ്പോൾ കാല് കല്ലിൽ തട്ടി ഒരു LDF മന്ത്രി വീണാൽ പോലും അതിനെ സ്ക്രൂട്ടനൈസ് ചെയ്യാൻ ജനങ്ങൾ നോക്കി നിൽക്കുന്നുണ്ട്. നിങ്ങൾക്കതില്ലായിരുന്നു. നിങ്ങൾ അത്തരം ജനങ്ങളെ മാനിച്ചിരുന്നില്ല. അതിൻ്റെ അപകടമാണ് നിങ്ങൾ അനുഭവിക്കുന്നത്. ആ അപകടത്തിലേക്ക് LDF പോകില്ല എന്ന ധാരണ നന്നായിട്ടുണ്ടാവണം. അതാണ് ശ്രീ ജ്യോതികുമാറിനെ ചെറിയ ഒരു പിഴവുകൾ പോലും അല്ലെങ്കിൽ ഉറ്റുനോക്കുന്ന അല്ലെങ്കിൽ ആ ഒരു ജനത ആ രീതിയിൽ വരുന്ന ഇത്തരം കാര്യങ്ങൾ പോലും സസൂക്ഷ്മം വീക്ഷിക്കുന്നു. എന്തായാലും നിങ്ങൾ
വലിയ സമരത്തിലേക്കിടക്ക് പോകാൻ പോകുന്ന നിയമസഭയിൽ ഈ വിഷയം ഉന്നയിക്കാൻ പോകുന്നു. ആ രീതിയിൽ നിന്ന് കൊട്ടിക്കൊഴിച്ച് പോകുമ്പോൾ മറുവശത്ത് ഈ ശേഖരിക്കപ്പെട്ടിരിക്കുന്ന ഇത്രത്തോളം 100ഓളം പേരുടെയൊക്കെ പട്ടിക ഉയർത്തിക്കാണിക്കാനുള്ള ആയുധം നിങ്ങൾ തന്നെ ഇട്ട് നൽകിയിരിക്കുന്നു. ശ്രീ ജ്യോതികുമാർ, ഇതും അതുമായിട്ട് കമ്പയർ ചെയ്യണ്ടെന്ന് ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞു. അല്ലല്ല, സ്വാശ്രയ സമരത്തിന്റെ അവസ്ഥ എന്താണ്? നിങ്ങൾ ഇന്നിപ്പോൾ തെരുവിലിറങ്ങി അല്ലെങ്കിൽ 17-ാം തീയതി വിഷയം സഭയിൽ ഉന്നയിക്കുമ്പോൾ നൈതികത, ധാർമ്മികത എന്ന വശം കൂടി ഉൾക്കൊള്ളണം ശ്രീ ജ്യോതികുമാർ. അല്ല പ്രജീഷ്, ഞാൻ ആദ്യം ഒരു കാര്യം പറയാം. ഞാൻ സംസാരിക്കുമ്പോൾ ഇടപെടരുത്. 1. 2, ശ്രീ മനോജ് പറഞ്ഞതിന് ആദ്യം മറുപടി. ശ്രീ മനോജ്, പിന്നെ ഞാൻ പറഞ്ഞത് ശ്രീ കെ ബാബുവിൻ്റെ എതിരായിട്ടുള്ള അന്വേഷണത്തിൽ ഒന്നും കണ്ടെത്താൻ കഴിഞ്ഞില്ല, അത് വസ്തുതയാണ്. പക്ഷേ അദ്ദേഹം പറഞ്ഞെന്താണ്, ഞങ്ങൾ ഉടനെ തീരുമാനമെടുക്കും. എന്താ, ഇ.പി. ജയരാജനെ പുറത്താക്കുമെന്നല്ലേ മനോജ് പറഞ്ഞതിൻ്റെ അർത്ഥം? അപ്പോൾ മനോജിന് ഇ.പി. ജയരാജനെ പുറത്താക്കണമെന്ന് എന്തെങ്കിലും താല്പര്യം കാണാം, അതായിക്കോട്ടെ, അത് അവരുടെ ഇൻറ്റർണൽ പൊളിറ്റിക്സ് ആയിരിക്കാം. പക്ഷേ അതിനൊന്നും ഞാൻ കക്ഷിയാവുന്നില്ല. പക്ഷേ ഇവിടെ വളരെ വ്യക്തമാണ് ഇതിനകത്ത് പ്രതി ആരാണെന്ന് മനോജിനും അറിയാം, എനിക്കും അറിയാം. ഇദ്ദേഹം പറഞ്ഞതുപോലെ തന്നെ കൃത്യമായിട്ട് ഇത്തരത്തിലൊരു നിയമനം നടക്കണമെങ്കിൽ മുഖ്യമന്ത്രി അറിയണം. മുഖ്യമന്ത്രി അറിഞ്ഞില്ലെങ്കിൽ മന്ത്രി ചെയ്താൽ പോലും സബ്ജക്റ്റ് റിപ്പോർട്ടിംഗ് ടു ക്യാബിനറ്റാണ് ഇത് ചെയ്യേണ്ടത്. ക്യാബിനറ്റാണ് തീർച്ചയായിട്ടും അപ്രൂവ് ചെയ്യേണ്ടത്. ഇവിടെ അതൊന്നും ഉണ്ടായിട്ടില്ല. ഏതിലേക്കൂടെ പോയാലും അദ്ദേഹം ഈ നിയമനങ്ങൾ, MD നിയമനങ്ങളെല്ലാം ഇ.പി. ജയരാജൻ്റെ ബന്ധുവിലേക്ക്, അല്ലെങ്കിൽ മറ്റൊരു മന്ത്രിയില്ല, അല്ലെങ്കിൽ ഒരു CPM നേതാവിൻ്റെ ബന്ധുവിലേക്ക്. ഞാൻ ശിവൻകുട്ടിയുടെ ഭാര്യയുടെ കാര്യം പറഞ്ഞപ്പോൾ പി ഗോവിന്ദപിള്ളയുടെ ഭാര്യ കൂടെ ആയപ്പോൾ ഡബിൾ ക്വാളിഫിക്കേഷൻ ആയി എന്നാണ് ശ്രീ പി എം മനോജ്. അവിടെ യോഗ്യത പറയുമ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ വീണ്ടും ആവർത്തിക്കുന്നത്, അവിടെ യോഗ്യത പറയുമ്പോൾ ഡോക്ടർ MD സുലേഖയുടെ കാര്യത്തിൽ യോഗ്യത പറയണം. നിങ്ങൾ ജയകുമാർ പിന്നെ ദേവസ്വം ബോർഡിൽ ഡൈങ് ഹാർനസിൽ കയറി അദ്ദേഹം പ്രൊമോഷൻ കിട്ടി വന്നപ്പോൾ അദ്ദേഹത്തിന്റെ യോഗ്യതകൾ അദ്ദേഹത്തിന്റെ അപ്പോയിന്റ്മെന്റിനെ കുറിച്ചാണ്, അദ്ദേഹത്തെ ദേവസ്വം അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറായിട്ട് വെച്ചതിനെ കുറിച്ചാണ് പറഞ്ഞത്. അവിടെയൊക്കെ അദ്ദേഹത്തിന് യോഗ്യത ഉള്ളതുകൊണ്ട് തന്നെയാണ് MD സുലേഖ വെച്ചത്. യോഗ്യത ഉള്ളതുകൊണ്ടാണ്. ഇതിൽ ആരെയാണ് യോഗ്യത ഇല്ലാത്തതുകൊണ്ട് വെച്ചത്? ഞാൻ പറഞ്ഞ MD പോസ്റ്റുകളെ കുറിച്ചാണ് ഇവിടെ ചർച്ച നടക്കുന്നത്. MD പോസ്റ്റുകൾ സ്വാഭാവികമായും ക്വാളിഫിക്കേഷൻ വെച്ച് കൊടുക്കേണ്ട പോസ്റ്റുകളാണ്. ആ പോസ്റ്റുകളിൽ ഇപ്പോൾ ജയരാജന്റെ ബന്ധുക്കളെയും മന്ത്രിമാരുടെ ബന്ധുക്കളെയും CPM നേതാക്കളുടെ ബന്ധുക്കളെയും മാത്രം നിയമിക്കുന്നതിന് ചൊല്ലിയുള്ള തർക്കമാണ് പൊതുസമൂഹത്തിൽ നിലനിൽക്കുന്നത്. ഇതിൽ വ്യാപകമായ അഴിമതി നടന്നതായി കാണുന്നു. അത് പൊതുസമൂഹം വിശ്വസിക്കുകയും ചെയ്യുന്നു. അതിൻ്റെ ഉത്തരവാദി ശ്രീ ഇ.പി. ജയരാജനാണ്. അത് മുഖ്യമന്ത്രിയുടെ അറിവോടുകൂടി തന്നെയാണ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ശ്രീ ഇ.പി. ജയരാജനെ രാജിവെക്കണം എന്ന് പ്രതിപക്ഷം ആവശ്യപ്പെടുന്നത്. ഈ സഭയിലൊക്കെ ഇത് വലിയ വിഷയമായി ഇവർ ഉയർത്താൻ പോകുന്നു. എത്ര നാൾ ഇങ്ങനെ ഇവർ കൊണ്ടുപോകാൻ കഴിയും വിഷയം? അതാണ് ഞാൻ നൈതികതയും നേരത്തെ ചൂണ്ടിക്കാട്ടിയത്. അതാ ഞാൻ പറഞ്ഞത്, CPIM ഇവരെ പോലൊരു പാർട്ടിയാണ് എന്ന് ധരിക്കുന്നതുകൊണ്ടാണ് ഇവർക്ക് ഇത്രയും ആകുലത വരുന്നത്. CPIMൻ്റെ ഭാഗത്തുനിന്ന് കൃത്യമായ പരിശോധനയും നിലപാടും വരുമ്പോൾ ഇവർക്ക് ഈ ക്ഷീണമെല്ലാം മാറും. അത് ഞാൻ പറഞ്ഞല്ലോ, ആര് തെറ്റ് ചെയ്താലും അത് ആ തെറ്റ് പരിശോധിക്കുകയും തിരുത്തുകയും ചെയ്യുക എന്നതാണ് CPIMൻ്റെ നയം. അതുകൊണ്ട് തന്നെയാണ് CPM ജനാധിപത്യമുള്ള പാർട്ടിയാണെന്ന് പറയുന്നത്. ആ ജനാധിപത്യമുള്ള പാർട്ടി എന്ന് പറഞ്ഞാൽ അണികൾക്ക് ഏത് ഘട്ടത്തിലും നേതൃത്വത്തെ ചോദ്യം ചെയ്യാൻ പോലും സമ്മേളനങ്ങളിൽ അവസരം ഉണ്ടാകുന്നത് ആ ജനാധിപത്യത്തിൻ്റെ ഭാഗമായിട്ടാണ്. അത് മനസ്സിലാക്കാതെ ഇത് അങ്ങനെ നൂലിൽ കെട്ടി ഇറക്കുന്ന കുറേ നേതാക്കൾ വന്നിട്ട് എടുക്കുന്ന തീരുമാനം. ഇപ്പോൾ സ്വാശ്രയ കോളേജ് സമരത്തിൻ്റെ പ്രശ്നം വന്നല്ലോ, അത് പൊളിഞ്ഞപ്പോൾ ഇപ്പോൾ ഒന്ന് വീണ് കിട്ടി എന്നുള്ളൊരു സത്യം. എവിടെ പോയി ആ സമരം? സ്വാശ്രയ കോളേജിനെ പറ്റി ഇപ്പോൾ മിണ്ടുന്നുണ്ടോ ഇവർ? എന്തുകൊണ്ടാണ് മിണ്ടാത്തത്? ഒരു പൊളിഞ്ഞ സമരമായിരുന്നു അത്. ആ സമരം കഴിഞ്ഞ് ഇപ്പോൾ ഇതാ ഒരെണ്ണം കിട്ടിയിരിക്കുന്നു. ശരിയാണ്, കുറച്ച് ദിവസത്തേക്ക്. കാരണം ഈ സമരത്തിൻ്റെ ഏതെങ്കിലും ഘട്ടത്തിൽ VM സുധീരനെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ ശക്തമായ പ്രതികരണമായിട്ട്? UDFനകത്ത് അന്തഛിദ്രമാണ്, കോൺഗ്രസിനകത്ത് നേതൃതർക്കമാണ്. ഈ തർക്കത്തിനിടയിൽ ഒരു പിടിവള്ളിയായിട്ട് ഇവരിത് കരുതുന്നു. പക്ഷേ കൃത്യമായ നിലപാടുകൾ വരുമ്പോൾ ഇവർക്ക് ഈ നിയമനം നിലവിലില്ല എന്ന് ഞാൻ പറഞ്ഞു. രണ്ടാമത് ഈ നിയമനത്തിൻ്റെ മോഡസ് ഓപ്പറാൻഡി എന്താണ് എന്ന് വെളിയിൽ വരാനിരിക്കുന്നതല്ലേ ഉള്ളൂ. ഇപ്പോൾ ഇവിടുന്ന് ഇവർ പറയുന്നതേ നമ്മൾ കേൾക്കുന്നുള്ളൂ. അത് കൃത്യമായിട്ട് ഒരു വിശദീകരണവും അതിൻ്റെ ഭാഗമായിട്ടുള്ള മറ്റ് യാഥാർത്ഥ്യങ്ങൾ പുറത്തു വരുമ്പോൾ ഈ വിവാദം താനേ കെട്ടടങ്ങും. അതിനർത്ഥം CPIM എന്ന പാർട്ടി UDFനെ പോലെ അല്ല എന്നുള്ളത് തന്നെയാണ്. ഒരു ഘട്ടത്തിൽ പോലും അത്തരം തെറ്റുകളോ പെശകുകളോ ഉണ്ടായാൽ അത് പൊറുക്കുന്ന പാർട്ടിയല്ല CPIM. അതാണ് അതിൻ്റെ ഉത്തരം. തീർച്ചയായും ഒരു ചെറിയൊരു ദൈർഘ്യത്തിനുള്ളിൽ കാര്യങ്ങൾക്കൊരു വ്യക്തത വരും. ഒരു തർക്കവും വേണ്ട. CPIM ആണ് പാർട്ടി, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ്. കോൺഗ്രസ് പോലെ 5 കൊല്ലം നീട്ടി കൊണ്ടുപോയി അവസാനം നാട്ടുകാരുടെ തട്ട് കിട്ടുമ്പോൾ ഇറങ്ങിപ്പോയി വിലപിക്കുന്ന അവസ്ഥ CPIMന് ഉണ്ടാവില്ല. ശ്രീ റെജി ലൂക്കോസ്, അധികകാലം ഇവർക്കൊരു രാഷ്ട്രീയ വിഷയമായി ഇത് കൊണ്ടുപോകാൻ കഴിയില്ല. കാരണം CPMനെ സംബന്ധിച്ചും ഒരു സംവിധാനമുണ്ട്. അവിടേക്ക് ഒക്കെ പറയുമ്പോഴാണ് ദൈർഘ്യം ഞാൻ പറയുന്നത്. പ്രതിപക്ഷത്തിന് വീണ് കിട്ടിയ ഒരായുധം അതവർ സമർത്ഥമായ രീതിയിൽ ഉപയോഗിക്കുന്നു. അതേ സമയത്ത് അതിന് കൂടുതൽ കൊണ്ടുപോകാൻ കഴിയില്ല. എന്താണ് ജനം പ്രതീക്ഷിക്കേണ്ടത്?
അല്ല, ജനം ഇതെന്താണെന്ന് പ്രതീക്ഷിച്ചു കഴിഞ്ഞു, അവരൊരു വിലയിരുത്തൽ നടത്തി കഴിഞ്ഞു. പക്ഷേ ഇവർക്കിട്ട് പാമ്പ് തിരിഞ്ഞു കുത്തുവാണ്. ഇവരിപ്പോൾ നേരത്തെ ഇവിടെ ആരോപണം ഉന്നയിച്ചതിൽ നിന്നും ഒന്ന് രണ്ട് കാര്യങ്ങളുടെ കേരളത്തിലെ ജനങ്ങൾ കേൾക്കട്ടെ. പിന്നെ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയുടെ അനുജൻ കേരള ഫീഡ്സിന് മാനേജിംഗ് ഡയറക്ടറായിട്ട് 5 വർഷമായിട്ടിരുന്നു. ഇന്ന് ആ സ്ഥാപനം പൂട്ടലിന്റെ വക്കിലാണ്. അതുപോലെ തന്നെ കെ സി ജോസഫ് എന്ന് പറയുന്ന ഇവരുടെ മന്ത്രി, അദ്ദേഹത്തിന്റെ ഡ്രൈവറെ നോർക്ക റൂട്ട്സിൽ എന്ത് യോഗ്യത അല്ല, കെ സി ജോസഫിൻ മിനിസ്റ്ററുടെ സ്വന്തം അനുജൻ പേഴ്സണൽ സ്റ്റാഫിൽ ഉണ്ടായിരുന്നു. അല്ലെങ്കിൽ അത് നിഷേധിക്കേണ്ട കാര്യമില്ല. രമേശ് ചെന്നിത്തലയുടെ അനുജനല്ല കെ വി ഡോക്ടർ കഴിഞ്ഞ മന്ത്രിസഭയിലെ സ്റ്റാഫിലുണ്ടായിരുന്നു. തുടരാം. അനുജനല്ല, നാട്ടുകാരൻ രമേശ് ചെന്നിത്തല. അല്ലല്ല, എനിക്ക് ഇനി ആവർത്തിക്കാനുണ്ട്. അതായത് കുഞ്ഞില്ലമ്പള്ളി എന്ന് പറയുന്ന ഇവരിപ്പോഴുടെ പ്രതിപാദിച്ചിരിക്കുന്ന ഉമ്മൻചാണ്ടിയുടെ ഫസ്റ്റ് കസിൻ കോട്ടയത്ത് ഒരു KSRTC ബസ് പിന്നെ സെൻട്രൽ ജംഗ്ഷനിൽ പിന്നെ ബ്രേക്ക് ഡൗൺ ആയപ്പോൾ അവിടെ എത്തിയ ഒരു ക്രൈംബ്രാഞ്ച് എസ് തല്ലിയ കേസിൽ അദ്ദേഹം പിന്നെ പ്രതിയായിരുന്നു. അന്നത്തെ ആഭ്യന്തര വകുപ്പ് കൂടെ കൈകാര്യം ചെയ്യുന്ന ഉമ്മൻചാണ്ടി, ബഹുമാനപ്പെട്ട ഉമ്മൻചാണ്ടി, അദ്ദേഹത്തിന്റെ സ്വാധീനത്താൽ ഈ കേസ് തേച്ചു മാറ്റി കളയായിരുന്നു. അപ്പൊ ഇങ്ങനെ പിന്നെ കറകൾ മാത്രം സ്വന്തം ശരീരത്തും ഉടുപ്പിലുമുള്ള ഇത്തരം വ്യക്തികളെയാണ് ഇവർ അവരോധിച്ചത് ഇവരുടെ കാലഘട്ടങ്ങളിൽ. അവർക്ക് തെറ്റുതിരുത്താനായിട്ട് ആർജവത്വം കാണിച്ച ഒരു ഗവൺമെന്റിനെയും മുഖ്യമന്ത്രിയെയും വ്യവസായ മന്ത്രിയെയും ഇവർ എത്ര നാൾ പീഡിപ്പിക്കും? കേരളത്തിൽ ഇവർ കൊണ്ടുവന്നിരിക്കുന്ന ആരോപണങ്ങൾ പൊളിഞ്ഞു പോയിരിക്കുന്നു. അതാണ് പ്രതീക്ഷ മറുപടി പറയാനുള്ളത്. അതായത് കേരളത്തിൽ ഇവർക്ക് ചൂണ്ടിക്കാണിക്കാൻ പാടില്ലാത്ത രീതിയിലുള്ള കാര്യങ്ങൾ ഇവരിലേക്ക് തിരിഞ്ഞപ്പോൾ, ഇവർ സ്വാശ്രയ മുതലാളിമാർക്ക് വേണ്ടി സമരം ചെയ്തപ്പോൾ, ഇവർ കെ ബാബുവിനെ, കെ മാണിയെ പോലെയുള്ള കുംഭകോണ വീരന്മാരെന്ന് കേരളം സംശയിക്കുന്നവരുടെ വാർത്തകൾ മൂടി വെക്കുവാനായിട്ട് ഇവർ സമരകോലാഹലങ്ങളുമായിട്ട് കേരളത്തിൽ ഇറങ്ങിയപ്പോൾ ഇപ്പോൾ ഇത്തരം കാര്യങ്ങളുമായിട്ട് നാട്ടിലെ ജനങ്ങളുടെ മുമ്പിൽ ഇവർ നാണം കെട്ടിരിക്കുകയാണ്. ഇതാണ് ഈ കാര്യത്തിൽ എനിക്ക് പറയാനുള്ളത്. അല്ല, ഈ ശ്രീ ജ്യോതികുമാർ മറുപടി. അല്ല, ഈ സ്വാശ്രയ സമരത്തെ സംബന്ധിച്ച് എവിടെയാണ് പരാജയപ്പെട്ടതെന്ന് പറയുന്നത്? ഞങ്ങൾ കൃത്യമായി ഞങ്ങളുടെ വാദഗതികളുമായി മുന്നോട്ട് പോവുകയാണ്. ഞങ്ങൾ നാളെയും മറ്റന്നാളും ഒക്കെ എല്ലാ ജില്ലാ ആസ്ഥാനങ്ങളിലും ഞങ്ങളുടെ സമരപരിപാടികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി വരുന്ന അസംബ്ലി കൂടുന്ന ദിവസം ഞങ്ങളുടെ പാർലമെന്ററി പാർട്ടി വീണ്ടും കൂടി തീരുമാനിക്കും. കോൺഗ്രസിന്റെ നയപരിപാടികൾ നാളെ നയരൂപീകരണ സമിതി നാളെ കൂടുന്നുണ്ട്. ഞങ്ങൾ ഈ സമരവുമായി സ്വാശ്രയ സമരവുമായി മുന്നോട്ട് പോകുക തന്നെ ചെയ്യും. അന്ന് അസംബ്ലി പിരിഞ്ഞതിന് ശേഷമാണ് 3 കോളേജുകളിൽ അമിതമായി ഫീസ് മേടിച്ചുകൊണ്ട് വീണ്ടും നിയമനം നടത്തിയിരിക്കുന്നത്. അവിടെ കോടതിയുടെ പേര് പറഞ്ഞുകൊണ്ടാണ് നടത്തുന്നതെങ്കിൽ അതുൾപ്പെടെയുള്ള കാര്യങ്ങൾ ഞങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകും. പിന്നെ കഴിഞ്ഞ 5 വർഷം നടത്തിയ സമരങ്ങൾ എത്രണ്ണം വിജയിച്ചു എന്ന് നിങ്ങളൊക്കെ ഒന്ന് പറയണം. തലയിൽ മുണ്ടിട്ടുകൊണ്ട് ജീവനക്കാർ വീട്ടിൽ പോയതും ഈ സെക്രട്ടറിയുടെ മുമ്പിൽ നടത്തിയ രാപ്പകൽ സമരമൊക്കെ എങ്ങനെ അവസാനിപ്പിച്ചു എന്നൊക്കെ നിങ്ങളൊന്ന് പറയണം. അതുപോലെ ആകില്ല UDFന്റെ സമരപരിപാടികൾ. UDF സമരവുമായി മുന്നോട്ട് വന്നിട്ടുണ്ടെങ്കിൽ ന്യായമായ ആവശ്യങ്ങളുടെ പേരിലാണ്. തീർച്ചയായും ഇത്തരത്തിൽ നടത്തിയിട്ടുള്ള നിയമനങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ പൊതുജന അങ്ങനെയാണെങ്കിൽ അതൊക്കെ പറയുമ്പോൾ അതിന് മുമ്പുള്ള കാര്യങ്ങൾ നിങ്ങൾ ആലോചിക്കണം. നിങ്ങൾ അതിന് മുമ്പ് 2006 മുതൽ 2011 കഴിഞ്ഞപ്പോൾ എങ്ങനെ ഇറങ്ങിപ്പോയത്? എന്തുകൊണ്ട് ഇറങ്ങിപ്പോയത്? 2006 മുതൽ 2011 വരെ കഴിഞ്ഞപ്പോൾ നിങ്ങൾ ഇറങ്ങിപ്പോയിട്ട് വന്നില്ലേ? അപ്പോൾ സ്വാഭാവികമാണ് കേരളത്തെ സംബന്ധിച്ച് രാഷ്ട്രീയ നിലപാടുകൾ മാറുക, ജനങ്ങളുടെ രാഷ്ട്രീയ നിലപാടുകൾ മാറുക സ്വാഭാവികമാണ്. പക്ഷേ ഇവിടെ ഈ സർക്കാർ നിങ്ങൾ പാർട്ടിക്കാരെ വെക്ക്, നിങ്ങൾ വെക്കേണ്ടടുത്ത് പാർട്ടിക്കാരെ വെക്ക്. അതിന് പകരമായി സ്വന്തക്കാരെ മാത്രം ഒരു മന്ത്രി തീരുമാനിച്ചാൽ ആ മന്ത്രിയെ കണ്ടുകൊണ്ട് മറ്റു മന്ത്രിമാർ പറയുക ഇതെല്ലാം പുറത്തു കൊണ്ടുവന്ന് എങ്ങനെയാണ്? ഒരു മന്ത്രി അയാളുടെ ബന്ധുക്കളെ വെച്ചപ്പോൾ അത് പിടിക്കപ്പെട്ടപ്പോൾ മറ്റു മന്ത്രിമാർക്ക് വേണ്ടി ആ മന്ത്രി തന്നെ പറയാ അങ്ങോട്ടും ഇങ്ങോട്ടും ഇവിടെ ഉന്നയിച്ച ഒരു കാര്യത്തിലും താങ്കൾ മറുപടി പറഞ്ഞിട്ടില്ല. നിങ്ങൾ പറയുന്നതിന് മറുപടി രമേശ് ചെന്നിത്തലയുടെ ഏത് അനിയനാണ് ഏത് രീതിയിലാണോ അപ്പോയിന്റ്മെന്റ് ഇട്ടേക്ക് നിങ്ങൾ ആദ്യം പറയും, എന്നിട്ട് നമുക്ക് സംസാരിക്കാൻ ബാക്കി. ആദ്യം കാര്യങ്ങൾ സംസാരിക്കാൻ വരുമ്പോൾ കാര്യങ്ങൾ വസ്തുതാപരമായി പഠിച്ചുകൊണ്ട് വരണം. രമേശ് ചെന്നിത്തലയുടെ ഏത് അനിയനാണ് രമേശ് ചെന്നിത്തലയുടെ അനുജനല്ല എന്നുള്ളത് അദ്ദേഹം പറയുന്നത് ശരിയാണ്. അദ്ദേഹത്തിന്റെ ഒരു അഭ്യുദയകാംക്ഷി നാട്ടുകാരനായ ഒരു മാനാത്തുകാരനാണ് ഒന്ന്. പിന്നെ അദ്ദേഹത്തിന് വേറൊരു ബന്ധുണ്ട് അനിൽകുമാർ, അദ്ദേഹത്തിന്റെ നിയമനത്തെക്കുറിച്ച് 2 ദിവസം കൊണ്ട് വരും. പിന്നെ ബാബുവിന്റെ ഒരു അനിയത്തി ബാബുവിന്റെ ഒരു അനിയത്തി രാജശ്രീ ഉണ്ടെന്ന് തോന്നുന്നു. കുഞ്ഞാലിക്കുട്ടിയുടെ ഒരു ബന്ധു ഇങ്ങനെ കുറെ ആളുകള് നിങ്ങൾക്ക് എന്താ ഈ ഒരു അവസ്ഥ എന്താ? നിങ്ങൾ സംസാരിക്കുമ്പോ നിങ്ങൾ മാത്രം സംസാരിക്കും, മറ്റുള്ളവർ സംസാരിക്കും നിങ്ങൾ ഇങ്ങനെ ചാടി. വ്യക്തമായിട്ട് ഞാൻ കുഞ്ഞില്ലമ്പള്ളിയുടെ കാര്യം ചോദിച്ചു, ജയകുമാറിന്റെ റിപ്പോർട്ട്, അന്വേഷണ റിപ്പോർട്ട് ചോദിച്ചു. ഇതിനൊന്നും മറുപടി പറയാതെ വക്രീകരിച്ചു കൊണ്ടുപോലെ അങ്ങനെയൊന്നും മറുപടി പറയാൻ കഴിയില്ല. കഴിഞ്ഞ 5 വർഷം നടന്ന അഴിമതിക്കും മറുപടി പറയാൻ കാരണം അതങ്ങനെയാണ്. അത് കോൺഗ്രസിന് നമ്മൾ അങ്ങനെ വില കുറച്ച് കാണരുത്. അവരെ അഴിമതിയിൽ നിന്ന് മാറ്റി നിർത്തിയിട്ട് ചർച്ച ചെയ്യാന്നെല്ലാം പറഞ്ഞാൽ അത് അസാധ്യമാണ്, മനുഷ്യസാധ്യമല്ല. അതുകൊണ്ട് തന്നെ കോൺഗ്രസിൻ്റെ അഴിമതി ഇപ്പോൾ CPM ഈ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് നിലവിൽ വന്നപ്പോൾ ഉണ്ടായ ചില സ്ഖലിതങ്ങൾ, ആ സ്ഖലിതങ്ങളും കോൺഗ്രസിൻ്റെ അഴിമതിയായിട്ട് താരതമ്യം ചെയ്യാനേ കഴിയില്ല. അതുകൊണ്ടാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞത് ഇവർ ചെയ്തത് വെച്ചിട്ടുള്ള ഒരു താരതമ്യത്തിന് ഞാനില്ല.
അങ്ങനെ താരതമ്യം ചെയ്താൽ ഞങ്ങളും അവരും തമ്മിൽ ഒരു വ്യത്യാസമില്ല ഉണ്ടാവും. യഥാർത്ഥത്തിൽ ഇപ്പോൾ നടക്കുന്ന സ്ക്രൂട്ടിനി തന്നെയാണ് വ്യത്യാസം. ആ വ്യത്യാസം കണ്ടുകൊണ്ട് മാത്രമാണ് ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, തെറ്റ് പറ്റാത്ത ആളുകളൊന്നുമില്ല, തെറ്റൊക്കെ പറ്റിയിട്ടുണ്ടാവും. അത് തിരുത്താനുള്ള മനസ്സ്, തിരുത്താനുള്ള സന്നദ്ധത, ആർജവം, അതാണ് പ്രധാനം. അത് ഇവർക്കില്ല, ഞങ്ങൾക്കുണ്ട്. അതാണ് ഇപ്പോൾ തെളിയാൻ പോകുന്നത്. ശ്രീ ഷാൻസ്കർ, ആത്മാർത്ഥമായി പരിശോധിച്ചാൽ ഒരു സർക്കാരിനെതിരെ വരുന്ന ചില മാധ്യമങ്ങൾ ചൂണ്ടിക്കാട്ടുന്ന വിഷയങ്ങളിൽ ഇതുവരെ കൈക്കൊണ്ട നിലപാടുകൾ തൃപ്തികരമാണ്, ആത്മാർത്ഥമായി പറഞ്ഞാൽ. കാരണം മുൻ സർക്കാരുകൾ നമ്മൾ കണ്ടതാണല്ലോ, ഈ രീതിയിൽ മാധ്യമ ഇടപെടലുകൾ ജാഗരൂകമായി നിൽക്കുന്ന ഒരു ഘട്ടത്തിലാണ്. അതിൻ്റെ യഥാർത്ഥ വസ്തുതയിലേക്ക് പോയിട്ടുണ്ടോ? ഇനിയും അതിനുള്ള വേദികൾ വരാൻ പോകുന്നതേ ഉള്ളൂ. അതാണ് ദൈർഘ്യം നേരത്തെ സൂചിപ്പിച്ചത്. തൃപ്തികരമായ ഇടപെടലാണ് നടത്തിയിട്ടുള്ളത്. അല്ല, തീർച്ചയായും ഞാൻ ആദ്യം തന്നെ ഞാൻ എപ്പോഴും സംസാരിക്കുമ്പോൾ ഞാൻ ശുദ്ധീകരണ നിയമനത്തെ എതിർത്തോണ്ട് തന്നെ സുധീറിന്റെ വിഷയം തന്നെ അംഗീകരിച്ചു കഴിഞ്ഞു. അപ്പോൾ ഞാൻ പറയുന്നത്, ഇവിടെ പിണറായി സർക്കാർ നേരിടാൻ പോകുന്ന ഏറ്റവും വലിയ വെല്ലുവിളി എന്ന് പറയുന്നത് മാധ്യമങ്ങളുടെ അതീവ ശ്രദ്ധ തന്നെയാണ്. ഇത് കഴിഞ്ഞ ഗവൺമെൻറ്റിൻ്റെ കാലത്ത് ഇപ്പം ഉമ്മൻചാണ്ടിക്ക് വലിയൊരു ക്ഷീണം ഉണ്ടായാൽ ആ ക്ഷീണം തീർക്കാൻ വലിയ മാധ്യമങ്ങളുണ്ടായിരുന്നു. മനോരമയും മാതൃഭൂമിയും അടക്കം വലിയ മാധ്യമങ്ങളുണ്ടായിരുന്നു. ഇപ്പം പിണറായി സർക്കാരിനെ അങ്ങനെ സംരക്ഷിക്കാൻ വേണ്ടി ഒരു മാധ്യമവും ഇല്ല. ഇതൊരു വലിയൊരു വെല്ലുവിളി തന്നെയാണ്. ഉദാഹരണം ഞാൻ പറയാം. ഞാൻ കഴിഞ്ഞ ദിവസം നാട്ടിൽ പോയപ്പോൾ എൻ്റെ അനിയൻ അവിടുത്തെ ഒരു പഞ്ചായത്ത് മെമ്പറാണ്. അവൻ എന്നോട് പറഞ്ഞൊരു കാര്യം കേട്ട് ഞാൻ ഡേറ്റിൽ പോയി. അതായത് കഴിഞ്ഞ 6 മാസത്തെ പെൻഷൻ കുടിശ്ശികകൾ, അതായത് വാർദ്ധക്യ പെൻഷൻ, കർഷക പെൻഷൻ, വിധവാ പെൻഷൻ മുതലായ മുഴുവൻ പെൻഷനുകളിലും ക്ലിയർ ചെയ്ത് ആളുകളെ കണ്ടെത്തി അവരുടെ വീടുകളിൽ കൊടുത്ത് ചെയ്തൊരു വലിയ സംഭവം ഉണ്ടായിട്ട് അവൻ പറഞ്ഞത് അവിടെ ആളുകൾ കരയുമായിരുന്നു പറഞ്ഞു. ഇത്തരത്തിലുള്ള ചില അടിസ്ഥാനപരമായ കാര്യങ്ങൾ പിണറായി സർക്കാർ ചെയ്യുന്നുണ്ട്. ഇത് പക്ഷേ വേണ്ട രീതിയിൽ മാധ്യമങ്ങളുടെ ശ്രദ്ധയിൽ പെടുന്നില്ല. ഞാൻ വീണ്ടും ആവർത്തിക്കണം, ഞാൻ മറ്റേ ന്യായീകരിച്ചോട്ടല്ലോ പറഞ്ഞത്. ഇത്തരത്തിലുള്ള അതേസമയം ഈ വിവാദങ്ങൾ തീർച്ചയായും വിവാദം ചർച്ച ചെയ്യപ്പെടാണ്. അതേസമയം വിവാദങ്ങൾ ചർച്ച ചെയ്യപ്പെടുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് ഇൻഡീഡ് അവസാന കാലമായി കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരുപാട് വിവാദങ്ങൾ വന്നിരുന്നു. പക്ഷേ വലിയ വിവാദങ്ങൾ കാരണം ചെറുത് ശ്രദ്ധിക്കപ്പെടാതെ പോയി. ചെറുത് പോലും ശ്രദ്ധിക്കപ്പെടുന്ന ഒരു സാഹചര്യമുണ്ട്. ഈ സാഹചര്യത്തിൽ സർക്കാർ, അതായത് പിണറായി സർക്കാർ, CPIM വളരെ കരുതലെടുക്കണം. കാരണം ഉമ്മൻചാണ്ടിയോ അല്ലെങ്കിൽ KC ജോസഫ് അല്ലെ KM മാണിയോ അവരുടെ ബന്ധക്കാരോ സ്വന്തക്കാരോ നിയമിച്ചു എന്ന് പറയുമ്പോൾ ഒരു കോൺഗ്രസ്സുകാരനും ഒരു കേരള കോൺഗ്രസിനും വിഷമം തോന്നത്തില്ല. കാരണം അവർ അങ്ങനെ ചെയ്തില്ലെങ്കിലേ കുറ്റം പറയത്തുള്ളൂ. പക്ഷേ ഞാൻ പറഞ്ഞത് CPIM അങ്ങനെ ചെയ്തു എന്ന് വരുമ്പോൾ സ്വാഭാവികമായിട്ടും പാർട്ടി അണികളുടെ ഇടയിൽ പോലും അസ്വസ്ഥതയുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് ഇതൊരു തെറ്റ്, ആർക്കും പെശക് പറ്റും. ഇതൊരു പെശകാന്ന് കരുതി, ഈ അനുഭവം ഒരു പെശകാന്ന് കരുതി, ഈ പെശകിന്റെ അടിസ്ഥാനത്തിൽ ഇനി അടുത്ത പെശക് ആവർത്തിക്കാതിരിക്കാൻ നടപടി എടുക്കേണ്ടിയിരിക്കുന്നു. കാരണം മീഡിയ ഭയങ്കര സ്ട്രോങ് ആണ്. കഴിഞ്ഞ ഗവൺമെന്റിനെ ജ്യോതികുമാർ, എന്താണ്, ഏത് രീതിയിലാണ് ഈ വിഷയത്തിൽ നിങ്ങൾ സമരം ഏത് രീതിയിലാണ് മുന്നോട്ട് കൊണ്ടുപോകാൻ ആലോചിക്കുന്നത്? അല്ല, കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ച് നാളെ കോൺഗ്രസ് പാർട്ടിയുടെ ഹൈപ്പവർ കമ്മിറ്റി കൂടുന്നുണ്ട് KPC ഓഫീസിൽ. അത് കഴിഞ്ഞ് UDF 17-ാം തീയതി രാവിലെ പാർലമെൻ്ററി പാർട്ടി കൂടുന്നുണ്ട്. സ്വാഭാവികമായും ഞങ്ങൾ തുടർന്ന് വരുന്ന ദിവസങ്ങളിൽ ഇതിനെക്കുറിച്ച് കൂടിയാലോചിച്ച് എന്തൊക്കെയാണ് ഈ ഉണ്ടായിരിക്കുന്ന വിവാദങ്ങളെ സംബന്ധിച്ച് സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്ന നിലപാടുകളെ സംബന്ധിച്ചും അതുപോലെ തന്നെ വിജിലൻസ് ഡയറക്ടറുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകേണ്ട നിലപാടുകളെ സംബന്ധിച്ച് ഞങ്ങൾ വളരെ ശ്രദ്ധാപൂർവ്വം വീക്ഷിക്കുകയാണ്. തീർച്ചയായും ഇത്തരം കാര്യങ്ങളിൽ ഒരു നടപടി ഉണ്ടായില്ലെങ്കിൽ ഞങ്ങൾ ശക്തമായ സമരപരിപാടികളുമായി രംഗത്തേക്ക് വരും. ഒരു തർക്കവും വേണ്ട. ഇത്തരം പ്രവൃത്തികളിൽ നിന്നും ഈ സർക്കാരിനെ പിന്തിരിപ്പിക്കേണ്ട ബാധ്യത ഞങ്ങളുടെ പ്രതിപക്ഷത്തിന് തന്നെയാണ്. സ്വാഭാവികമായി ഞങ്ങൾ അതിൻ്റെ ഉത്തമ പ്രതിപക്ഷം എന്ന നിലയിൽ തീർച്ചയായും ഞങ്ങളുടെ കർത്തവ്യം ഞങ്ങൾ നിർവഹിക്കുക തന്നെ ചെയ്യും. പറ്റുമോ പറ്റില്ലെന്ന് കാത്തിരുന്ന് കാണുക. അത് ഞങ്ങൾക്ക് അതിനുള്ള ആർജവുമുണ്ട്, ഞങ്ങൾക്ക് അതിനുള്ള ജനപിന്തുണയുണ്ട്. സ്വാഭാവികമായി ഞങ്ങൾക്ക് അതിന് കഴിയും. പിന്നെ ഈ പറഞ്ഞതുപോലെ സർക്കാരിൻ്റെ ഇതേക്കുറിച്ച് പറഞ്ഞു. ഈ സർക്കാർ ഇപ്പോൾ കുടിശ്ശിക ഉണ്ടായിരുന്ന പെൻഷൻ ഉൾപ്പെടെയുള്ള വീടുകളിലെത്തിച്ചു എന്ന് പറഞ്ഞു. ഇതിനേക്കാൾ ഒത്തിരി കാര്യങ്ങൾ ചെയ്ത സർക്കാരാണ് കഴിഞ്ഞ 5 വർഷവും. എത്രയെങ്കിലും പ്രാവശ്യം എന്തുമാത്രം ജനക്ഷേമ പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുള്ള സർക്കാരായിരുന്നു കഴിഞ്ഞ പ്രാവശ്യത്തേത്. സ്വാഭാവികമായും അതിൽ LDF ഉൾപ്പെടെയുള്ള പ്രതിപക്ഷം ഉൾപ്പെടെയുള്ള കക്ഷികൾ കൊണ്ടുവന്ന അഴിമതിയുടെ പ്രതിച്ഛായ ഞങ്ങളുടെ മേളിലേക്ക് ചെളിവാരി എറിഞ്ഞപ്പോൾ ജനങ്ങൾക്കുണ്ടായ സംശയത്തിൻ്റെ പുറത്ത് ഞങ്ങൾക്ക് പുറത്തു പോകേണ്ടി വന്നു. സ്വാഭാവികമായും ശ്രീ റജിയൊക്കെ പറയുന്നത് കേട്ട് കഴിഞ്ഞാൽ കഴിഞ്ഞ ഒരു 5 വർഷം മാത്രമാണ് UDFനോട് ഭരിക്കാൻ അവസരം കിട്ടിയിട്ടുള്ളത്. ബാക്കി മുഴുവൻ LDF ഭരിച്ചിരുന്നതെന്നുള്ളതാണ്. കഴിഞ്ഞ കാലങ്ങളിൽ നടന്നിട്ടുള്ളതും SNC ലെവലിൽ ഉൾപ്പെടെയുള്ള വിഷയങ്ങളൊന്നും നമ്മളാരും മറക്കുന്നില്ല. അപ്പോൾ അതെല്ലാം നിലനിൽക്കുന്നുണ്ട്. ഇതെല്ലാം നിലനിർത്തിക്കൊണ്ട് നമ്മൾ അവസാനമായി ശ്രീ PM മനോജ് ശക്തമായ രീതിയിൽ വിഷയം ഉന്നയിക്കുന്നു. പക്ഷേ അത്രത്തോളം കൊണ്ടുപോകാനുള്ള കാമ്പ് അല്ലെങ്കിൽ ഇതിനുണ്ടോ, ഈ വിഷയത്തിനുണ്ടോ? ഇനി നിലപാട് വരേണ്ടത് നിങ്ങളുടെ ഭാഗത്തുനിന്ന്. അതുകൊണ്ട് തന്നെ പ്രതിപക്ഷത്തിന് ഇപ്പോൾ വീണ് കിട്ടിയ ഒരു ആയുധമാണ്. അതിനെത്രത്തോളം മൂർച്ച ഉണ്ടെന്നാണ് താങ്കൾ കരുതുന്നത്? എന്ത് നിലപാട്! സരിതയെ കണ്ടില്ല എന്ന് പറഞ്ഞ് ആവർത്തിച്ച് കണ്ടു എന്ന് കമ്മീഷൻ്റെ മുന്നിൽ സമ്മതിക്കേണ്ടി വരുന്ന പോലെയുള്ള ഏർപ്പാടൊന്നുമല്ലല്ലോ ഇത്. ഉത്തമ പ്രതിപക്ഷമായിട്ട് തന്നെ നിൽക്കണം. അവരതിൻ്റെ ധർമ്മം നിറവേറ്റുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കണം, ആഗ്രഹിക്കുകയും വേണം.
പിന്നെ ഇവിടെ പറഞ്ഞത് മാധ്യമങ്ങളുടെ ഉടമസ്ഥത എന്തായാലും CPM വിരുദ്ധമായിട്ടുള്ള കക്ഷികൾക്ക് തന്നെയാണ്. അതുകൊണ്ട് തന്നെ മാധ്യമങ്ങളിൽ നിന്ന് ഏതെങ്കിലും തരത്തിലുള്ള ആനുകൂല്യം കിട്ടിയത് കൊണ്ടല്ല CPM ഇവിടെ നിലനിൽക്കുന്നതും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഈ തെരഞ്ഞെടുപ്പിൽ വിജയം നേടിയതും. അത് മാധ്യമങ്ങളുടെ സ്ക്രൂട്ടിനി കൊണ്ടല്ലല്ലോ UDF ഇങ്ങനെ തകർന്നത്, ഇവരുടെ സ്വയം കൃതാനർത്ഥാണ്. ആ പാഠം എന്തായാലും നാട്ടുകാർ മുഴുവൻ പഠിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അത്തരമൊരു വഴിയിലേക്ക് ഇനി പോകുമെന്നോ അല്ലെങ്കിൽ UDFൻ്റെ ഏതെങ്കിലും കൊള്ളരുതായ്മകളുടെ ആവർത്തനത്തിന് കേരളം ഇനി സാക്ഷിയാകുമെന്നോ കരുതുന്നത് മൗഢ്യമാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഈ സ്വാശ്രയ കോളേജ് സമരം മല പോലെ വന്നു, എലി പോലെ പോയി. അതുപോലെ തന്നെ ഈ വിഷയത്തിൽ ആഫ്റ്റർ ഓൾ എന്താണ് ഇതിൻ്റെ കാമ്പ്? സാങ്കേതികമായിട്ട് ഒരു ചെറിയ പെശക് എന്നേ സാങ്കേതികമായിട്ട് ഇതുള്ളൂ. പിന്നെ ഇതിനെ വലിയ ധാർമ്മിക പ്രശ്നമായിട്ടൊക്കെ ഉയർത്തിക്കൊണ്ടുവന്ന് CPMൻ്റെ നൈതികത ധാർമ്മികത എന്നൊക്കെ ചർച്ച നടത്തുമ്പോഴാണ് ഇത് ഇഷ്യൂ ആകുന്നത്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും അതിൻ്റെ ഗൗരവമൊന്നും കുറച്ച് കാണുന്നില്ല. അതിൻ്റെ ഗൗരവത്തിനനുസരിച്ചുള്ള സമീപനം പാർട്ടിയിൽ നിന്നും മുന്നണിയിൽ നിന്നും ഉണ്ടാകുമ്പോൾ തന്നെ ഇവരുടെ കാറ്റ് പോകുമല്ലോ. അവസാനം അവശേഷിക്കുന്നത് എന്താ? ഇന്നിപ്പോൾ അന്ന് 100 കണക്കിന് നിയമനങ്ങൾ, ബന്ധു നിയമനങ്ങൾ, അഴിമതി നിയമനങ്ങൾ ആര് നടത്തിയത്? UDF നടത്തിയത്. അന്വേഷണം നടക്കുമ്പോൾ അത് നടക്കണം. പിന്നെ വിജിലൻസിനോട് നിങ്ങൾ അത് പണ്ട് കല്യാണം കഴിക്കുന്ന കാര്യം അച്ഛൻ മോനോട് പറഞ്ഞ പോലെയുള്ള ഒരവസ്ഥയാണ്. എന്ന് പറഞ്ഞാൽ അപ്പോൾ കൊടുക്കേണ്ടതൊന്നുമല്ലല്ലോ വിജിലൻസിൻ്റെ അന്വേഷണ റിപ്പോർട്ട്. ഇവർ ചുട്ടെടുക്കുന്ന പോലെയല്ലോ. ഇവർ ചുട്ടെടുത്ത് ബാബുവിനെ രക്ഷിക്കാൻ ചുട്ടെടുത്തു, മാണിയെ രക്ഷിക്കാൻ ചുട്ടെടുത്തു. ആ ചുട്ടെടുത്തതിന് ശേഷം ഇവർ തമ്മിൽ അടിയാണിപ്പോൾ. ലഡു കഴിച്ചവരല്ലേ ഇവരൊക്കെ. ഇന്ന് വന്ന സാധനങ്ങൾ നിങ്ങൾക്കൊരു ആയുധമാണോ ഈ പറയുന്ന? നമ്മൾ താരതമ്യം ചെയ്യുമല്ല, ഏതെങ്കിലും തരത്തിൽ ഇവർ രാഷ്ട്രീയ തലത്തിലുള്ള ചർച്ചകളിലേക്ക് അല്ലെങ്കിൽ ആക്രമണങ്ങളിലേക്ക് പോകുമ്പോൾ ഇന്ന് വന്ന റിപ്പോർട്ടുകൾ അവിടെയാണ്. ഇപ്പം ഞാൻ ഒരു അഴിമതിക്കാരനാണ് എന്ന് എന്നോട് ആരെങ്കിലും പറഞ്ഞാൽ എനിക്ക് ലജ്ജ തോന്നുമോ ഇല്ലയോ എന്നതാണ് പ്രശ്നം. കോൺഗ്രസ്സിന് അഴിമതിക്കാരാണെന്ന് അവരെ ആരെങ്കിലും ചൂണ്ടി പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ലജ്ജ തോന്നുമ്പോഴല്ലേ പ്രശ്നമുള്ളൂ. ആ ലജ്ജ തോന്നാത്തിടത്തോളം കാലം ഇത് എങ്ങനെ ആയുധം ഉണ്ടാക്കിയാലും ഒരു പ്രയോജനമില്ല. അതാണ് സത്യം. അല്ലെങ്കിൽ ഇത്രയും കാലം അഴിമതിയെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്തു. എപ്പോഴെങ്കിലും ഉമ്മൻചാണ്ടി എനിക്ക് തെറ്റിപ്പോയി എന്ന് പറയുന്നത് കേട്ടിട്ടുണ്ടോ? എപ്പോഴെങ്കിലും രാഹുൽ ഗാന്ധിയോ സോണിയാഗാന്ധിയോ ഉമ്മൻചാണ്ടിയെ തിരുത്തുമെന്ന് പറയുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഞങ്ങൾ മെറിറ്റിൻ്റെ അടിസ്ഥാനത്തിൽ തീരുമാനം എടുക്കുമെന്ന് പറയുന്നത് നമ്മൾ കേട്ടിട്ടുണ്ടോ? അവർക്കതൊന്നും ഒരു പ്രശ്നമേ അല്ല. ഇനി മറ്റൊരു തിരുത്തൽ ശക്തി യഥാർത്ഥത്തിൽ BJP കൂടി ഇവിടെ വേണ്ടതായിരുന്നു. വ്യാപം അഴിമതിയുടെ കഥ നമുക്കറിയാലോ. എത്ര ആളാണ്? 49 പേരാണ് കൊല്ലപ്പെട്ടത്. BJPയുടെ അവിടുത്തെ മുഖ്യമന്ത്രി ഉൾപ്പെടെ ഉള്ള ആളുകൾ പ്രതിസ്ഥാനത്താണ്. അപ്പോൾ ഇവരൊക്കെ ഇതിൽ നിന്ന് തിരുത്തുക, ഈ തിരുത്തൽ ശക്തിയായി നിലനിൽക്കുന്നു എന്നതാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സവിശേഷത. ആ സവിശേഷത തന്നെയാണ് അവസാനമായി. കാരണം PM മനോജിന്റെ വാക്കുകളുടെ വായിച്ചെടുക്കേണ്ടത് പ്രതിപക്ഷ സമരത്തിന് കൂടുതൽ സമയം അല്ലെങ്കിൽ കൂടുതൽ ഈ വിഷയം കൊണ്ടുപോകാൻ കഴിയില്ല. കാരണം 1-2 ദിവസത്തിനുള്ളിൽ ജനങ്ങൾക്ക് ബോധ്യമായ ഒരു തീരുമാനം ഉണ്ടാകുമെന്ന് താങ്കൾ പ്രതീക്ഷിക്കുന്നു? ഇല്ല, പ്രതിപക്ഷത്തിനെ കുറിച്ച് ഒരു പ്രതീക്ഷയും എനിക്കില്ല. കാരണം എന്താ വെച്ചാൽ ഇപ്പൊ രണ്ടാമത്തെ സമരം എടുക്കുന്നത്, ഒന്ന് സ്വാശ്രയ സമരം, രണ്ടാമത്തെ ഇപ്പൊ ഈ പറഞ്ഞ സമരം എടുക്കുമെന്ന് പറയുന്നു. ഈ രണ്ട് കാര്യങ്ങളിലും, ബന്ധു നിയമനത്തിലും സ്വാശ്രയ സമരത്തിലും ഇതിനേക്കാൾ മോശമായിരുന്നു പ്രതിപക്ഷം അവർ ഭരിച്ചുകൊണ്ടിരുന്നപ്പോൾ. അതുകൊണ്ട് തന്നെ ഇത് വെറുതെ ജനങ്ങളെ കബളിപ്പിക്കാൻ വേണ്ടി ഒരു ബഹളം മാത്രമാണ്. നിയമസഭ അടച്ചപ്പോൾ സമരം നിർത്തിയിട്ട് പോയി. അതുപോലെ തന്നെ ഇപ്പോൾ ഈ ചർച്ചകളിലൊക്കെ നടത്തും, അത് കഴിഞ്ഞ് നിയമസഭ നടക്കുമ്പോൾ ചിലപ്പോൾ കുറച്ച് ബഹളമൊക്കെ എന്നല്ലാതെ ഈ സമരം എന്ന നിലയിലോ ഇതൊരു ഇഷ്യൂ എന്നല്ലോ പ്രതിപക്ഷത്തിന് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അത് വെറും പ്രതീക്ഷയാണ്, വെറും ജ്യോതികുമാർ 20 സെക്കൻഡിൽ അവസാനമായി. കാരണം ഒരു നിലപാട് എന്തായാലും 2 ദിവസത്തിനുള്ളിൽ ഉണ്ടാകുമെന്ന സൂചനയാണ്. അത് തൃപ്തികരമായ രീതിയിൽ ജനങ്ങൾക്ക് ബോധ്യമായ രീതിയിൽ വരികയും ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. തീർച്ചയായിട്ടും ഞങ്ങൾക്ക് ഇതിനകത്ത് തീരുമാനം ഉണ്ടാകണോ വേണ്ടയോ തീരുമാനിക്കേണ്ട സർക്കാരാണ്. ഇതിനകത്തൊരു തീരുമാനം ഇത്രയും ഒരു തീവെട്ടിക്കൊള്ളയ്ക്ക് സമാനമായി സ്വന്തം ബന്ധുക്കളെ മാത്രം നിയമിച്ചുകൊണ്ട് ഇത്തരത്തിൽ നിയമനം നടത്തിയിരിക്കുന്നത് കേരള ചരിത്രത്തിൽ ഇന്നുവരെ കേട്ടുകഴിവില്ലാത്ത കാര്യമാണ്. പാർട്ടിക്കാരെ നിയമിച്ചാൽ നമുക്ക് മനസ്സിലാവും. ഇതിൽ അർഹരായിട്ടുള്ളവരെ ഞങ്ങൾ കോൺഗ്രസ്സുകാരെ നിയമിക്കണമെന്ന് പറയുന്നില്ല. അർഹരായിട്ടുള്ളവരിൽ, ക്വാളിഫിക്കേഷൻ ഉള്ളവരിൽ നിന്നും പാർട്ടിക്കാരെ നിയമിക്കണം. അത് ശരിയാണ്, സ്വാഭാവിക സാഹചര്യങ്ങളൊക്കെ ചെയ്യും, അവർ ചെയ്യാറുണ്ട്. അല്ല ചെയ്യാറുണ്ട്, അത് തെറ്റൊന്നുമില്ല. പക്ഷേ സ്വന്തം ബന്ധുക്കളെ നിയമിക്കൂ. എൻ്റെ വീട്ടിലുള്ള ഞാനൊന്ന് പറഞ്ഞു തരട്ടെ, എൻ്റെ ബന്ധുക്കളെ മാത്രമേ ഞാൻ നിയമിക്കൂ എന്ന് ഓരോ മന്ത്രിയും ശാഠ്യം പിടിച്ചാൽ അത് എത്തരത്തിൽ പോകുമെന്ന് കാത്തിരുന്ന് കാണുക. കൂട്ടത്തിൽ ഇതെല്ലാം വേണമെങ്കിൽ അന്വേഷിക്കട്ടെ. ഞാൻ പറഞ്ഞല്ലോ, സർക്കാരുണ്ടല്ലോ, സർക്കാരിന് എന്ത് അന്വേഷിക്കാമല്ലോ, സർക്കാരിന് എന്ത് നടപടി എടുക്കാം. പക്ഷേ ഈ പറയുന്നത് പോലെ ഞങ്ങൾക്ക് 5 മാസമായിട്ടുള്ള ഇവരുടെ സമരത്തെ എല്ലാം സ്വാഗതം ചെയ്യുമ്പോൾ തന്നെ ഇദ്ദേഹം ആവർത്തിച്ച് പറയുന്നത് ബന്ധുക്കളെ നിയമിക്കൂ എന്ന്. അങ്ങനെ ഒരു സംഭവം കേരളത്തിൽ ഉണ്ടായിട്ടില്ലല്ലോ. കേരളത്തിലുണ്ടായ ചില നിയമനങ്ങളിൽ ചില സംശയങ്ങൾ പ്രകടിപ്പിക്കപ്പെട്ടു. അല്ലാതെ ഏതെങ്കിലും ഒരു മന്ത്രി അദ്ദേഹത്തിൻ്റെ സകല ബന്ധുക്കളെയും കേരളത്തിലെ സകല സ്ഥാപനങ്ങളും നിയമിച്ചു എന്നുള്ള ആക്ഷേപമൊന്നും ഇവിടെ ഉണ്ടായിട്ടില്ല.
ചില നിയമനങ്ങളിൽ ചില പ്രശ്നങ്ങൾ വന്നു, ആ പ്രശ്നങ്ങൾ പൊതുശ്രദ്ധയിൽ വന്നു, ആ ശ്രദ്ധയിൽ വന്ന് അത് ചർച്ച ചെയ്യുന്നുണ്ട്. പൊതുസമൂഹം ചർച്ച ചെയ്യട്ടെ, അതോടൊപ്പം തന്നെ ബന്ധപ്പെട്ട പരിശോധിക്കേണ്ടവർ പരിശോധിക്കട്ടെ. അതിന് പോലും സാവകാശം കൊടുക്കാതെ മന്ത്രിയെ പുറത്താക്കണം എന്നൊക്കെ ഇവർ പറയുന്നത്. ഇങ്ങനെയാണെങ്കിൽ ആജീവനാന്തം ഈ സെക്രട്ടേറിയറ്റ് പടി കയറാൻ യോഗ്യതയുള്ള ആരും വളരെ നന്ദി ശ്രീ PM മനോജ്, KPCC സെക്രട്ടറി ജ്യോതികുമാർ ചാമക്കാല, ഒപ്പം മാധ്യമപ്രവർത്തകൻ ഷാജൻസ്കറിയും റെജി ലൂക്കോസും ചർച്ചയിൽ പങ്കുചേർന്ന എല്ലാവർക്കും നന്ദി. മീഡിയ അക്കാദമി ചെയർമാനായി നിയമിച്ച മുതിർന്ന മാധ്യമപ്രവർത്തകൻ RS ബാബുവിന് സ്വീകരണം നൽകി. കേരള പത്രപ്രവർത്തക യൂണിയൻ നൽകിയ സ്വീകരണ ചടങ്ങിൽ മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ RS ബാബുവിന് പൊന്നാട അണിയിച്ചു. ന്യൂസ് പൂർണ്ണമാകുന്നു. നമസ്കാരം.